السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂലുൽ ഈമാൻ എന്ന കിതാബിലെ അടുത്ത ബാബ്, ബാബു തഹ്രീദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ലുസൂമിസ് സുന്ന والترغيب في ذلك وترك البدع والتفرق والاختلاف والتحذير من ذلك. അടുത്ത ബാബ്, കഴിഞ്ഞ ബാബ് ഹുഖൂഖുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ബാബായിരുന്നു. അതിനെ തുടർന്ന് തന്നെ മനസ്സിലാക്കേണ്ട, എന്നാൽ ഒന്നുകൂടി അതിനേക്കാൾ വിശാലമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബാബാണിത്. അതിൽ പറയുന്ന വിഷയം തഹ്രീദുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ലുസൂമിസ് സുന്ന. തഹ്രീദ് എന്ന് പറഞ്ഞാൽ ഹത്ത് അഥവാ പ്രോത്സാഹനം എന്നർത്ഥത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള പ്രോത്സാഹനവും പ്രാധാന്യവും എന്തിന്റെ മേലെ? അലാ ലുസൂമിസ് സുന്ന, സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്നുള്ള വിഷയത്തിൽ നൽകിയിട്ടുള്ള പ്രോത്സാഹനങ്ങൾ. വത്തർഗീബു ഫീ ദാലിക്, അതിനോടുള്ള താൽപര്യം ഉണ്ടാവുക, സുന്നത്തിനെ മുറുകെ പിടിക്കാനുള്ള താൽപര്യവും ആഗ്രഹവും എല്ലാം ഉണ്ടാവുക എന്നുള്ളത്. വതർക്കുൽ ബിദ്അത്തിനെ ഒഴിവാക്കുക, ബിദ്അത്തുകളെ ഒഴിവാക്കുക. വത്തഫറുഖ് വൽ ഇഖ്തിലാഫ്, അതുപോലെ തന്നെ ഭിന്നിക്കുക, അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക, അതിനെ തൊട്ടെല്ലാം അതെല്ലാം ഒഴിവാക്കണം. ബിദ്അത്തും ഭിന്നിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളുമായിട്ടുള്ള വിഷയങ്ങൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമുള്ള ആ നിലക്കുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെന്നുള്ളത്. വത്തഹ്ദീറു മിൻ ദാലിക്, അതിനെ തൊട്ടുള്ള ഇതുപോലെയുള്ള കാര്യങ്ങളെ തൊട്ടുള്ള താക്കീതും. ഈ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളും ആയത്തുകളും എല്ലാമാണ് ഈ ബാബിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊടുത്തിട്ടുള്ളത്. അപ്പോ ഈമാൻ നേരെയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈമാൻ സഹീഹായി കഴിഞ്ഞാൽ, ഒരാളുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം ശരിയാകുന്നതിന്റെ ഭാഗമാണ്, അതിന്റെ ഭാഗം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്നുള്ളത്. കാരണം ദീൻ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് തന്നെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നതിലൂടെ, അതിനോട് ചേർന്ന് നിൽക്കുന്നതിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഈ ദീനിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ ധാരാളം പ്രോത്സാഹനങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് പറഞ്ഞു വതർക്കുൽ ബിദ്അത്തുകളെ ഒഴിവാക്കുക. ബിദ്അ എന്ന് പറഞ്ഞാൽ ബിദ്അത്തിന്റെ ജംആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത വിശ്വാസമാകട്ടെ കർമ്മങ്ങളാവട്ടെ അതിനെ ഒഴിവാക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ഒഴിവാക്കേണ്ടതാണ് വത്തഫറുഖ് വൽ ഇഖ്തിലാഫ്. തഫറുഖ് എന്ന് പറഞ്ഞാൽ ഫിർഖുകൾ അഥവാ ഭിന്നതകൾ ഉണ്ടാകുക, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഭിന്നിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളിലായിക്കൊണ്ട് കക്ഷികളായി തീരുക. വൽ ഇഖ്തിലാഫ്, അതുപോലെ തന്നെ ഖുർആനിലും സുന്നത്തിനും എതിരായിക്കൊണ്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം എന്നുള്ളത്. വത്തഹ്ദീർ മിൻ ദാലിക്, അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഗൗരവത്തെ താക്കീത് നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബാബിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലാദ്യം ചില ആയത്തുകളാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ മുറുകെ പിടിക്കേണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അറിയിക്കുന്ന ചില ആയത്തുകൾ. അതിലൊന്നാമത്തേത് വഖൗലുല്ലാഹി തആല لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. സൂറത്തുൽ അഹ്സാബിലെ 21ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉസ്വത്ത് എന്ന് പറഞ്ഞാൽ മാതൃക, ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ട്. എങ്ങനെയുള്ള ആളുകൾക്കാണ്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, ആരാണോ അല്ലാഹുവിനെ
പ്രതീക്ഷിക്കുന്നത് എന്നാണ് അവിടെ ഉദ്ദേശം. പക്ഷെ ആശയത്തിൽ അത് ഭയപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം റജ എന്നുള്ള പദത്തെ ഖൗഫ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. കാരണം ഒരു മനുഷ്യൻ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള ഭയമുണ്ടാകും. റജാവും ഖൗഫും ഒരുമിച്ചുണ്ടായിരിക്കും. അപ്പോൾ ഒരാൾ സ്വർഗം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ സ്വർഗം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അവനിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മുഫസ്സിരീങ്ങൾ ഈ ഒരു ആയത്തിനെ യർജുല്ലാ എന്നുള്ള ആയത്തുകളെ യഖാഫുല്ലാ എന്ന് തഫ്സീർ ചെയ്തതായി കാണാം. തഫ്സീർ ബഗവി പോലെയുള്ള തഫ്സീറുകളിൽ വേറെയും ആയത്തുകളെ യർജുല്ലാ എന്ന് പറയുന്ന ആയത്തുകളെ ഈ നിലക്ക് തഫ്സീർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ലിമൻ കാന യർജുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ പ്രതിഫലത്തെ പ്രതീക്ഷിക്കുന്ന, വൽയൗമൽ ആഖിർ അതുപോലെ തന്നെ പരലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്ന, വിജയം ആഗ്രഹിക്കുന്ന ആളുകൾ, വദക്കറല്ലാഹ കസീറ അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുന്നവർ, അഥവാ യഥാർത്ഥ മുഅ്മിനീങ്ങൾ, പരലോകത്തിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃക, പിൻപറ്റപ്പെടേണ്ട മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുണ്ട്. ഈ ആയത്ത് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്താണ്. അഥവാ ഏത് മേഖലയിലാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ നമ്മൾ താല്പര്യം കാണിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് കാണാം, ഒരു കാര്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് ഞാൻ ചെയ്യാതെ പോയിട്ടില്ല, അത് അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം അതെങ്ങാനും ഞാൻ വിട്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് സൈഗ് സംഭവിക്കുമോ, ഞാൻ പിഴച്ചു പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കാണാം. അതുപോലെ തന്നെ സ്വഹാബികൾ വളരെയധികം താല്പര്യത്തോടുകൂടി മുറുകെ പിടിച്ചിരുന്ന കാര്യമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ. അതിൽ ചില സ്വഹാബികൾ മറ്റുള്ളവരെക്കാൾ അതിര് കവിഞ്ഞ നിലക്ക് തന്നെ കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്നെങ്കിൽ ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതേ സ്ഥലത്ത് തന്റെ പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അത്രത്തോളം പിൻപറ്റിയിരുന്ന സഹാബികൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ അത്രയും മുറുകെ പിടിച്ച സഹാബികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് വാക്കിലാവട്ടെ, പ്രവർത്തനങ്ങളിലാവട്ടെ, അതുപോലെ തന്നെ സ്വഭാവത്തിലാവട്ടെ, വേഷവിധാനങ്ങളിലാവട്ടെ, കുടുംബത്തിലുള്ള പെരുമാറ്റത്തിലാവട്ടെ, എല്ലാ മേഖലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളത് ഈ ആയത്തിന്റെയും അതുപോലെയുള്ള മറ്റു പല ആയത്തുകളെയും അടിസ്ഥാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്നുള്ളത്. അടുത്ത ആയത്ത് വഖൗലുഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ അൻആമിലെ 159-ാമത്തെ ആയത്ത്, ഇന്നൽ ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅ ലസ്ത മിൻഹും ഫീ ഷൈഇൻ. ഇന്നൽ ലദീന ഫറഖൂ ദീനഹും, ദീനിനെ ഛിന്ന ഭിന്നമാക്കിയ ആളുകൾ, വകാനൂ ശിയഅൻ, അങ്ങനെ ഓരോ വിഭാഗങ്ങളായിട്ട് അവർ മാറി, ഓരോ വിഭാഗങ്ങളായിട്ട് അവർ മാറിച്ചേർന്നു. ലസ്ത മിൻഹും ഫീ ഷൈഇൻ, നിനക്ക് അവരെ തൊട്ട് യാതൊരു ബാധ്യതയുമില്ല, അല്ലെങ്കിൽ അവർക്ക് യാതൊരു കാര്യവുമില്ല എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം, ആയത്തിന്റെ പൂർണ്ണരൂപം ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅ ലസ്ത മിൻഹും ഫീ ഷൈഇൻ ഇന്നമാ അംറുഹും ഇലല്ലാഹ് സുമ്മ യുനബ്ബിഉഹും ബിമാ കാനൂ യഫ്അലൂൻ. അവരുടെ കാര്യം അല്ലാഹുവിന്റെ കയ്യിലാണ്, നീ അവരുടെ കാര്യത്തിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അവർ ചെയ്തതിനെ സംബന്ധിച്ച് അല്ലാഹു അവരെ അറിയിക്കുന്നതാണ്. ഇവിടെ എന്താണ് ഫറഖൂ ദീനഹും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദീൻ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദീനെ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്നാൽ ആ ദീനിൽ നിന്ന്, അതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് തെറ്റിയിട്ട് അതിന്റെ പ്രമാണങ്ങളിൽ നിന്ന് പിഴച്ചു പോകുന്ന ആളുകൾ, അതാണ് ദീനിൽ നിന്ന് ഭിന്നിച്ചു പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ. അങ്ങനെ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ദീനിൽ നിന്ന് മാറി വേറെ വിഭാഗങ്ങളായി അവർ മാറിത്തീരുന്നു. അവർ ദീനിന്റെ ആളുകളാണെന്ന് വാദിച്ചാൽ പോലും ദീനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിൽ അവര് മാറിത്തീരുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ദീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനും ഹദീസും സഹാബികൾ മനസ്സിലാക്കിയതുപോലെയാണ്. അതിൽ നിന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവർ ദീനിൽ നിന്ന് ഭിന്നിച്ചു പോയ ആളുകളാണ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ദീനിൽ നിന്നൊരിക്കലും ഭിന്നിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട, മരണം വരെ നമ്മൾ ഉറപ്പിച്ചു നിർത്തേണ്ട കാര്യമാണ്. ഖുർആനിനോടും സുന്നത്തിനോടും സലഫുസ് സാലിഹീങ്ങളുടെ, സഹാബികളുടെ നെഹ്ജിനോടും അവരുടെ ഫഹ്മിനോടും നമ്മൾ ദീനിനെ ഉറപ്പിച്ചു നിർത്തുമെന്നുള്ളത്. അതിൽ നിന്ന് നമ്മുടെ ഇച്ഛക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ വാക്കിനോ
യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ ഇതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ പറയാണ്, അങ്ങനെ ഭിന്നിച്ചു പോയി കഴിഞ്ഞാൽ, ഈ ദീനിൽ നിന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ യാതൊരു കാര്യവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കയ്യിലാണ് അവരുടെ മേലെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ കൊണ്ടുവന്നത് അതിനോട് യോജിക്കുക എന്നുള്ളത് നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ധാരാളം ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തെ അറിയിക്കുന്നതായി പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ആലി ഇമ്രാനിലെ 103-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ, നിങ്ങൾ അള്ളാഹുവിന്റെ കയറിൽ മുറുകെ പിടിക്കുക, അല്ലെങ്കിൽ അതിനോട് യോജിച്ച് നിൽക്കുക, നിങ്ങൾ ഭിന്നിക്കരുത്. അള്ളാഹുവിന്റെ ഹബൽ എന്ന് പറഞ്ഞാൽ ഖുർആൻ പെട്ടു, സുന്നത്ത് പെട്ടു, ഈ ദീന് പെട്ടു, അതിനോട് യോജിച്ച് നിൽക്കുക. അതുപോലെ തന്നെ സൂറത്ത് ആല ഇമ്രാനിലെ തന്നെ 105-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വലാ തകൂനൂ കല്ലദീന തഫറഖൂ വഖ്തലഫൂ മിൻ ബഅദി മാ ജാഅഹും അൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകൾ വന്നെത്തിയതിനു ശേഷം അതിൽ നിന്ന് ഭിന്നിച്ചു നിൽക്കുന്ന, തെറ്റി നിൽക്കുന്ന ആളായിട്ട് നിങ്ങളാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിച്ചതായി കാണാം. അപ്പൊ ദീനിന്റെ വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കേണ്ടതാണ്, അതിലേക്ക് മാത്രമാണ് യോജിക്കേണ്ടത്. അതല്ലാതെ മറ്റുള്ള അഭിപ്രായങ്ങളായിക്കൊണ്ട് ദീനിൽ നിന്ന് വേറിട്ട് ഭിന്നിച്ചു നിൽക്കാൻ പാടില്ല. ഇനി ഈ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്ത് കൂടി പറഞ്ഞിട്ട് പറയാം. അടുത്ത ആയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂറത്ത് ശൂറയിലെ 13-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, وقوله تعالى شرع لكم من الدين ما وصى به نوحا والذي أوحينا إليك وما وصينا به إبراهيم وموسى وعيسى, നിങ്ങൾക്കിതാ ഒരു ദീനിനെ, ശറഅ ലക്കും മിനദ്ദീൻ, ഒരു ദീനിനെ നിയമമാക്കി തന്നിരിക്കുന്നു. മാ വസ്സാ ബിഹി നൂഹൻ, നൂഹ് നബി അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുത്തതുപോലെ, അല്ലെങ്കിൽ വസിയത്ത് നൽകിയതുപോലെ, ആക്കി കൊടുത്തതുപോലെ, വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹിം വമൂസ വഈസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇബ്രാഹിം നബിക്കും മൂസാ നബിക്കും ഈസാ നബിക്കും എല്ലാം നിശ്ചയിച്ചതുപോലെ ദീൻ. എന്നിട്ട് പറയാണ്, എന്താണ് ആ വിഷയത്തിൽ വസിയത്ത് ചെയ്തത്? ആ ദീനിന്റെ വിഷയത്തിൽ അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ ഫീഹ്, നിങ്ങൾ ദീൻ നേരെ വണ്ണം കൊണ്ടു നടക്കുക, ദീനിന്റെ വിഷയത്തിൽ ഭിന്നിച്ചു പോകരുത്. അഥവാ ദീനിന്റെ അശ്ലീയായ പ്രമാണങ്ങളോട് എതിർത്ത് നിൽക്കുന്ന, അതിൽ നിന്ന് ഭിന്നിച്ചു നിൽക്കുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത്. അപ്പൊ തഫറുഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനിന്റെ പ്രമാണങ്ങളോട് എതിർത്ത് നിൽക്കുന്നതിനാണ് തഫറുഖ് എന്ന് പറയുന്നത്. ദീനിന്റെ പ്രമാണങ്ങളോട് മാറി നിൽക്കുന്നത്. അങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ ഒരുപാട് കക്ഷികളായി മാറിത്തീരുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇനി ചില സന്ദർഭങ്ങളിൽ ദീനിന്റെ പല മസ്അലകളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. സഹാബികൾക്കിടയിൽ പോലും ചില മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലേക്കും ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങുന്ന തരത്തിലുള്ള, അവർ മടക്കിയിരുന്നത് ഏതിലേക്കാണ്? ഖുർആനിലേക്കും ഹദീസിലേക്കുമാണ്. എന്നാൽ ദീനിന്റെ പല മേഖലകളിൽ, അഥവാ അസ്ലിയായ അഖീദയിലോ വിശ്വാസ കാര്യങ്ങളിലോ അല്ല, അമലിയായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഈ ഇഖ്തിലാഫുകളും ഇജ്തിഹാദിയായിട്ടുള്ള മസ്അലകളും ഉണ്ടാവാറുണ്ട്. അഥവാ ഗവേഷണപരമായി കൊണ്ട് മനസ്സിലാക്കാവുന്ന മസ്അലകൾ. അതിനൊരു ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് സഹാബികളോട് ബനൂ ഖുറൈളയിലേക്ക് പോകുമ്പോൾ എന്ത് പറഞ്ഞത്? അസർ ബനൂ ഖുറൈളയിലാണ് എന്ന് നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സഹാബികൾ പോയി, യാത്ര പോവുകയാണ് ബനൂ ഖുറൈളയിലേക്ക്. അപ്പോ അവരുടെ അടുക്കിലേക്ക്. അപ്പോ അസർ ബനൂ ഖുറൈളയിലാണ് എന്ന് പറഞ്ഞപ്പോൾ അസറിന്റെ സമയം യാത്രയിൽ പകുതിയായപ്പോൾ ചില സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കിനെ മനസ്സിലാക്കിയത് എന്താണ്? അസർ നിസ്കാരം ബനൂ ഖുറൈളയിൽ വെച്ച് നിസ്കരിച്ചാൽ മതി എന്നാണ്. അസർ നിസ്കാരം ബനൂ ഖുറൈളയിൽ എത്തിയിട്ട് നിസ്കരിച്ചാൽ മതി. മറ്റു ചില സഹാബികൾ മനസ്സിലാക്കിയത് അസർ നിസ്കാരത്തിന്റെ സമയമാകുമ്പോഴേക്കും ബനൂ ഖുറൈളയിൽ എത്താനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടഭിപ്രായമായി. ആ രണ്ടഭിപ്രായത്തിൽ അസർ ബനൂ ഖുറൈളയിൽ വെച്ച് നിസ്കരിച്ചാൽ മതി എന്ന അഭിപ്രായം മനസ്സിലാക്കിയ സഹാബികൾ അവരാ വഴിയിൽ വെച്ച് നിസ്കരിച്ചില്ല. അവർ ബനൂ ഖുറൈളയിൽ എത്തിയപ്പോഴേക്കും അസറിന്റെ സമയം കടന്നുപോയിട്ടുണ്ടായിരുന്നു, മഗ്രിബിന്റെ സമയമായിരുന്നു. അവിടെ വെച്ചിട്ടാണ് അസറും മഗ്രിബൊക്കെ നിസ്കരിച്ചത്. എന്നാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് ആ സമയത്തെത്താനാണ് എന്ന് പറഞ്ഞ സ്വഹാബികൾ, മനസ്സിലാക്കിയ സ്വഹാബികൾ, അവരാ വഴിയിൽ വെച്ച് അസ്ർ നിസ്കരിക്കുകയും പിന്നീട് മഗ്രിബിന്റെ സമയത്ത് അവിടെ എത്തി മഗ്രിബ് നിസ്കരിക്കുകയും ചെയ്തു. ഈ കാര്യം സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ അറിയിച്ചു, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് അഭിപ്രായത്തെയും എന്ത് ചെയ്തില്ല, എതിർത്ത് പറഞ്ഞില്ല. രണ്ടഭിപ്രായത്തെയും ഒന്ന് ശരിയാണെന്നോ ഒന്ന് തെറ്റാണെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. കാരണം അത് സഹാബികൾ ആ ഒരു വാക്കിനെ ഇജ്തിഹാദ് ചെയ്തപ്പോൾ ഉണ്ടായ രണ്ട് അഭിപ്രായങ്ങളായിരുന്നു. അങ്ങനെയുള്ള മസ്അലകളുണ്ട് അമലിയായ വിഷയങ്ങളിൽ. ചില മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ള മുഖ്തലഫുൻ ഫീഹി ആയിട്ടുള്ള അതിന് ചില കാരണങ്ങളുണ്ട്. തെളിവിന്റെ ലഭ്യത അനുസരിച്ചിട്ടും അതുപോലെ തന്നെ മറ്റു ചില കാരണങ്ങൾ അടിസ്ഥാനത്തിലുമൊക്കെ ആ നിലക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തെളിവിനോട് ഏറ്റവും അടുത്തത് ഏതാണ് എന്നും അതിനെ പരിശോധിച്ചും മനസ്സിലാക്കിയിട്ടുമാണ് അതിനെ സ്വീകരിക്കേണ്ടത്. അതിൽ ഏത് അഭിപ്രായമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് പഠിച്ചും ഗവേഷണം ചെയ്ത് മനസ്സിലാക്കണം. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അഥവാ ഗവേഷണം ചെയ്യാനുള്ള ആലറ്റുകൾ, അതിനുള്ള ഉസൂലുകൾ അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള പണ്ഡിതന്മാർ, സത്യം പറയുന്ന പണ്ഡിതന്മാർ, പ്രമാണങ്ങളോട് യോജിച്ച് പറയുന്ന പണ്ഡിതന്മാർ എന്നിവരുടെ വാക്കുകളെ അവർക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള ഇഖ്തിലാഫുള്ള മസ്അലകളിൽ തെളിവിനോട് ഒരു തെളിവ് വന്നു, അതിനെ രണ്ട് രീതിയിൽ മനസ്സിലാക്കുന്ന അവസ്ഥകളിൽ. എന്നാൽ വിശ്വാസപരമായിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങളിൽ എന്തില്ല, അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ ഇജ്തിഹാദിനോ യാതൊരുവിധ സാധ്യതയും ഇല്ല. ഇതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ചില മസ്അലകളിൽ വരാനുള്ള കാരണവും. അത് സഹാബികളുടെ കാലത്തുണ്ടായിട്ടുണ്ട്, പിന്നീട് ഇന്ന് വരെ ഇസ്ലാമിക ലോകത്ത് പല മസ്അലകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്വഹാബികൾ കാണിച്ചു തന്ന ഒരു മാതൃക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നില്ല, അതിന്റെ പേരിൽ പരസ്പരം തർക്കിച്ചുകൊണ്ട് വിഭാഗങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. അതിനൊരു ഉദാഹരണമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഹജ്ജിന് വന്ന സമയത്ത് മിനയിൽ വെച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു 4 റക്അത്ത് നിസ്കരിച്ചു. അവിടെ വീടുണ്ട്, തനിക്ക് വീടുണ്ട് എന്ന അടിസ്ഥാനത്തിൽ 4 റക്അത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്തായിട്ട് ഖസ്റായിട്ടാണ് നിസ്കരിച്ചത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന ഓർമ്മ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അറിയാം, പക്ഷെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത് സുന്നത്തിനെതിരാണെന്ന് പറഞ്ഞിട്ട് പോലും ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പിന്നിൽ 4 റക്അത്ത് നിസ്കരിച്ചു. അപ്പോൾ സഹാബികൾ ചില ചോദിച്ചു, താബിഈങ്ങളായിട്ടുള്ള ആളുകൾ പിന്നെ ചോദിച്ചു, എന്താണ് പിന്നെ നിങ്ങൾ നിസ്കരിച്ചത് എന്തിനാണ് എന്ന നിലക്ക് ചോദിച്ചു, സഹാബികൾ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഖിലാഫ് ഷർറാണ്, ഖിലാഫ് ഷർറാണ് എന്നുള്ളത്. അഥവാ ആ വിഷയത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഒരു ഇജ്തിഹാദ് അവിടെ ഉണ്ടായിരുന്നു. കാരണം എനിക്കിവിടെ വീടുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ ഖസ്റായി നിസ്കരിക്കാൻ പറ്റില്ല എന്നുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഖസ്റായിട്ടാണ് നിസ്കരിച്ചിട്ടുള്ളത് എന്നുള്ളത് വന്നിട്ട് പോലും ഈ ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ സഹാബികൾ എന്ത് ചെയ്തില്ല, ഒരു ഖിലാഫ് ഉണ്ടാകണ്ട എന്ന നിലക്ക് അവരതിനെ പാലിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ കാണാം. അതിൽ ഏറ്റവും നല്ല മാതൃക പരസ്പരം ബഹുമാനം കാണിച്ച പണ്ഡിതന്മാരാണ് ഷെയ്ഖ് അൽബാനി, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുമുല്ലാ. അവർ വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ്. ഇപ്പോ ഇബ്നു ബാസ് റഹിമഹുല്ലായുടെ അഭിപ്രായ പ്രകാരം ഇഅ്തിദാലിൽ കൈകെട്ടുക എന്നുള്ളത് അതാണ് സുന്നത്ത്, അതാണ് ചെയ്യേണ്ടത് എന്നാണ്. എന്നാൽ ഷെയ്ഖ് അൽബാനി റഹിമഹു അദ്ദേഹം ഒരു കിതാബ് തന്നെ ആ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്, കൈകെട്ടുമ്പോഴാണ് ഖുശൂ ഉണ്ടാവുക എന്നുള്ള വിഷയത്തിൽ. എന്നാൽ അൽബാനി റഹിമഹുല്ലാ അത് ബിദ്അത്താണെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ഇഅ്തിദാലിൽ കൈകെട്ടുക, തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ് കെട്ടുന്നത് പോലെ കൈകെട്ടുക എന്നുള്ള ബിദ്അത്താണെന്ന് പറഞ്ഞുള്ള കാര്യമാണ്. പക്ഷേ ഇബ്നു ബാസ് റഹിമഹുല്ലാ അൽബാനിയുടെ പിന്നിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്. അവരൊരു ഹജ്ജിന് ഷെയ്ഖ് ഉസൈമീനും ഇബ്നു ബാസും അൽബാനിയുള്ള സമയത്ത് ഇമാം നിൽക്കുമ്പോൾ ഇബ്നു ബാസ് റഹിമഹുല്ലാ 3 പേരും ഖുർആനിൽ ഒരുപാട് ഹിഫ്ളുള്ള ആളുകളാണ്, ഹദീസിൽ കൂടുതൽ അറിവ് ഷെയ്ഖ് അൽബാനിക്കാണെന്ന് പറഞ്ഞ അൽബാനിയുടെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട്. അവർക്കത് പ്രശ്നമായിട്ടില്ല. ഇവർ 3 പേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെ ഒരു കിതാബുണ്ട്. ഈ 3 പണ്ഡിതന്മാർക്ക് ഏതൊക്കെ വിഷയത്തിനാണ് അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞുകൊണ്ട് അത് ക്രോഡീകരിച്ചിട്ടുള്ള ഒരു കിതാബ് തന്നെയുണ്ട്. പക്ഷെ അവർ പരസ്പരം ഏറ്റവും ബഹുമാനിച്ചിരുന്ന, ഏറ്റവും പരസ്പരം ബഹുമാനം കാത്തു സൂക്ഷിച്ചിരുന്ന ആളുകളായിരുന്നു. അപ്പൊ ഈ ഒരു കാര്യം ഇന്ന് കാലത്ത് പല ആളുകൾക്കും അറിയാതെ, പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകൾ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്, എന്നാൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയില്ല. ഇവിടെ അഭിപ്രായ വ്യത്യാസത്തിൽ ഒരാൾക്ക് ബോധ്യപ്പെട്ടത് ചെയ്യുമ്പോൾ പരസ്പരം ബഹുമാനം കാണിക്കണം. എന്നാൽ വിശ്വാസപരമായ കാര്യത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഖുർആനും ഹദീസിനും എതിരായിക്കൊണ്ട് ഒരു വാദം പറയുമ്പോൾ അതിനെ എതിർക്കേണ്ടതാണ്, അത് തഫറുഖാണ് എന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് നിലകൊള്ളാനുമുള്ള ഒരു അറിവോ ഉൾക്കാഴ്ചയോ
എന്തുകൊണ്ടോ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അത് ഇൽമിന്റെ കുറവാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ദീൻ യഥാർത്ഥ രൂപത്തിൽ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദീന് മുറുകെ പിടിക്കാൻ നമുക്കുള്ള മാർഗം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ പറഞ്ഞത് തഫറുഖിന്റെ അടിസ്ഥാനം ഖുർആനോടും സുന്നത്തിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിനോട് എതിരാവുക എന്നുള്ളതാണ് തഫറുഖിന്റെ അടിസ്ഥാനം. അതേസമയം ഇജ്തിഹാദിയായ ഇഖ്തിലാഫ് ഉണ്ടാകുന്ന മസ്അലകൾ അമലിയായ വിഷയങ്ങളിൽ ദീനിൽ ഉണ്ടായിട്ടുണ്ട്. അത് സഹാബികളിൽ ഉണ്ടായിട്ടുണ്ട്. പിൽക്കാലത്ത് പണ്ഡിതന്മാർക്കിടയിലും എല്ലാം നിലനിന്നിട്ടുള്ള കാര്യമാണ്. അതിൽ പരസ്പരം ബഹുമാനത്തോടുകൂടിയാണ് ആ വിഷയത്തെ പഠിക്കേണ്ടതും നസീഹത്തോടുകൂടിയാണ് പരസ്പരം തിരുത്തേണ്ടതും. അതല്ലാതെ കക്ഷികളായി തീരാൻ പരസ്പരം ആക്ഷേപിക്കാനുള്ള ഒരു കാരണമല്ല അത്. ഇനി ഈ ബാബിൽ കൊടുത്തിട്ടുള്ള ഹദീസുകൾ, സുന്നത്തിനെ മുറുകെ പിടിക്കണം എന്നറിയിക്കുന്ന ഹദീസുകൾ. ഒന്നാമത്തെ ഹദീസ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള അറിയപ്പെട്ടിട്ടുള്ള ഹദീസാണ്. വഅനിൽ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു ഖാല വഅളന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇളതൻ ബലീഗതൻ. ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു പറയാണ്, വഅളന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇളതൻ ബലീഗതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഒരു ദിവസം വഅള് നടത്തി. വഅള് എന്ന് പറഞ്ഞാൽ ഉപദേശം നൽകുക, സതുപദേശം നൽകുക എന്നുള്ള അർത്ഥത്തിൽ ഓർമ്മപ്പെടുത്തുക, ഓരോ കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടും പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഉപദേശം നൽകുന്ന വഅള് നടത്തി. ബലീഗത്തൻ, ബലീഗത്ത് എന്ന് പറഞ്ഞാൽ ആശയസമ്പുഷ്ടമായിട്ടുള്ള വളരെയധികം മഹത്തരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന, വളരെയധികം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, അതും ഏറ്റവും നല്ല രീതിയിലാണ് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയായിരുന്നു സഹാബികൾക്ക് പലതരത്തിലുള്ള വഅദുകൾ നൽകുക, ഉപദേശങ്ങൾ നൽകുക എന്നുള്ളത്. പല ദിവസങ്ങളിലും ഫജ്ർ നിസ്കാര ശേഷവും അതുപോലെ തന്നെ ചില ദിവസങ്ങളിലും ഇശാഇന് ശേഷവും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ വഅദുകൾ നൽകാറുണ്ടായിരുന്നു എന്ന് പല ഹദീസുകളിലും വന്നിട്ടുണ്ട്. സഹാബികളും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചില ദിവസം, പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിലും മറ്റുമെല്ലാം മാത്രം വഅദ് നൽകാറുണ്ടായിരുന്നു. അപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാർ ചോദിച്ചു, എല്ലാ ദിവസവും ഇങ്ങനെ ഉപദേശിച്ചുകൂടെ, അല്ലെങ്കിൽ ദീനിയായ കാര്യങ്ങൾ പറഞ്ഞു തന്നൂടെ എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യതഖവ്വലുനാ ബിൽ മൗഇദ ഫിൽ അയ്യാം കറാഹിയത്തസ്സാമതി അലൈനാ. ഞങ്ങൾക്ക് മടുപ്പ് തോന്നും എന്നുള്ളത് കൊണ്ട് ചില ദിവസങ്ങളിൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുള്ളൂ, ഞങ്ങളെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉപദേശിക്കുകയൊക്കെ നൽകാറുള്ളൂ. അഥവാ ദിവസവും അല്ലെങ്കിൽ സ്ഥിരമായി ഒരു കാര്യം അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താകും, അതൊരു മടുപ്പ് തോന്നുന്ന അവസ്ഥയാവും എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഉപദേശിക്കാറുണ്ടായിരുന്നെന്ന് പറഞ്ഞു കാണാം. അപ്പൊ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിലക്ക് ഒരു വഅദ് നടത്തി, ഒരു ഉപദേശം നൽകി. ذرفت منها العيون ووجلت منها القلوب. ذرفت منها العيون, ആ ഉപദേശം കാരണത്താൽ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അഥവാ അത്രയും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള പരലോകത്തെയും മറ്റുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഉപദേശമായിരുന്നു. വവജിലത് മിൻഹൽ ഖുലൂബ്, ആ ഉപദേശം കാരണത്താൽ കൽബുകൾ വിറകൊള്ളാൻ തുടങ്ങി. അഥവാ അത്രയും ആഴത്തിലുള്ള ഉപദേശമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. ജവാമിഉൽ കലിം നൽകപ്പെട്ട ആളാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റു നബിമാർക്ക് നൽകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രത്യേകമായി നൽകിയ കാര്യത്തിൽപ്പെട്ട ഒന്നാണെന്ത്? ജവാമിഉൽ കലിം, അഥവാ കുറഞ്ഞ വാക്കിൽ വലിയ ആശയങ്ങളെ പറയാനുള്ള കഴിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയോ? എന്തൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് മറ്റു നബിമാർക്ക് നൽകിയിട്ടുള്ളത്? ഒന്ന് ജവാമിഉൽ കലിമാണ്, രണ്ട് ഭൂമി മൊത്തം മസ്ജിദായും തുഹൂറായിക്കൊണ്ടും നൽകിയിട്ടുണ്ട്. എവിടെ വേണമെങ്കിലും നിസ്കരിക്കാനും മണ്ണുകൊണ്ട് വുളു എടുക്കാൻ തയമ്മും ചെയ്ത് ശുദ്ധി നടപ്പിലാക്കാനും കൊടുത്തിട്ടുണ്ട്. മൂന്ന്, ഗനീമത്ത് സ്വത്ത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. യുദ്ധസ്വത്ത് മുമ്പുള്ള നബിമാർക്ക് ഒരു തീ വന്ന് കത്തിപ്പോവുകയാണ് ഉണ്ടായിരുന്നത്, എടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവകാശം ഉണ്ടായിരുന്നു. മറ്റൊന്ന് സംശയമുണ്ട്. അതായത് ശത്രുക്കളുടെ ഉള്ളിൽ ഭയമിട്ട് കൊടുക്കുക, മുസ്ലിമീങ്ങളും ശത്രുക്കളും റഅബ്,
മുസ്ലിമീങ്ങളും ശത്രുക്കളും യുദ്ധമുണ്ടാകുന്ന സമയത്ത് ഒരു മാസത്തെ വൈദൂരത്തിൽ തന്നെ ശത്രുക്കളുടെ ഹൃദയത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഭയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കുമായിരുന്നു. ഈ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി നൽകിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ജവാമിഉൽ കലിം, കുറഞ്ഞ വാക്കിൽ വളരെ ആശയം നിറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുമായിരുന്നു. അത് കാരണത്താൽ സഹാബികൾ അത് കേട്ടപ്പോൾ അവരെ കണ്ണു നിറഞ്ഞ് കൽബിൽ ഭയം കൊണ്ടു. ഫഖാല ഖായിലുൻ, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ തരത്തിലുള്ള ഒരു ഉപദേശം കേട്ടപ്പോൾ ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കന്ന ഹാദിഹി മൗഇളതു മുവദ്ദിഇൻ, റസൂലേ, ഇതൊരു വിട പറഞ്ഞു പോകുന്ന, യാത്ര പറഞ്ഞു പോകുന്ന, ഇനി തിരിച്ചു വരില്ല എന്ന് തോന്നുന്ന ഒരു ആളുടെ ഉപദേശം പോലെയുണ്ടല്ലോ. അഥവാ ഒരാള് നാടും വീടൊക്കെ വിട്ടു പോവാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് പോവാണ്, അപ്പൊ ഇനി തിരിച്ചു വരൂല എന്നുള്ള നിലക്ക് പറയുമ്പോൾ അവസാനം കൊടുക്കുന്ന ചില വാക്കുകൾ ഉണ്ടാവുമല്ലോ, അതുപോലെയുണ്ടല്ലോ. ഫമാ തഅഹദു ഇലൈന, ഞങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഒരു വസിയത്തായിക്കൊണ്ട്, ഗൗരവമുള്ള ഒരു കാര്യമായിക്കൊണ്ട് ഞങ്ങളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊസീകും ബിത്തഖ്വല്ലാഹ്, ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്ന ആദ്യത്തെ കാര്യം അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നുള്ളതാണ്. അത് അള്ളാഹുവിന്റെ വസിയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യക്കാരിലേക്കും അവസാനക്കാരിലേക്കും നൽകിയിട്ടുള്ള വസിയത്താണ് അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ വസിയത്താണ് തഖ്വല്ലാഹ് എന്നുള്ളത്. ഏതൊരാള് നമ്മോട് വസിയത്ത് ചോദിക്കുകയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നാം പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. എന്നിട്ട് പറഞ്ഞു, ഉസീകും ബിത്തഖ്വല്ലാഹ് വസ്സംഇ വത്താഅ വഇൻ കാന അബ്ദൻ ഹബ്ശിയൻ, കേൾവിയും അനുസരണവും, അഥവാ ഭരണാധികാരിയോടുള്ള കേൾവിയും അനുസരണം ഉണ്ടാവണം. അത് ഒരു ഹബിഷിയായിട്ടുള്ള, നീഗ്രോ ആയിട്ടുള്ള ഒരു അടിമയാണെങ്കിലും ഭരണാധികാരി അങ്ങനെയുള്ള അടിമയാണ് ഭരണാധികാരി ആയിട്ടുള്ളത് എങ്കിലും കേൾവിയും അനുസരണവും ഉണ്ടായിരിക്കണം. അഥവാ ഭരണാധികാരിയോടുള്ള ഹക്ക് ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പറഞ്ഞിട്ടുള്ള സലഫി മൻഹജിന്റെ ഉസൂലിൽ പണ്ഡിതന്മാർ എണ്ണാറുള്ള കാര്യങ്ങളാണത്. സലഫി മൻഹജിന്റെ ഉസൂലിൽ 3 കാര്യങ്ങളാണ് ഉലമാക്കൾ എണ്ണാറുള്ളത്. ഒന്നാമത്തേത് തഹ്ഖീഖുത് തൗഹീദാണ്, തൗഹീദ് പൂർത്തീകരിക്കലാണ്. രണ്ടാമത്തേത് തഹ്ഖീഖുൽ ഇത്തിബാ അല്ലെങ്കിൽ മുതാബഅത്തുർ റസൂൽ, റസൂലിനെ പിൻപറ്റല് സാക്ഷാത്കരിക്കലാണ്. മൂന്നാമത്തേത് അസ്സംഉ വത്താഅ ലിവുലാത്തിൽ ഉമൂർ അല്ലെങ്കിൽ ഭരണാധികാരിയോടുള്ള അനുസരണവും കേൾവിയും ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ 3 എണ്ണമാണ് സലഫി മൻഹജിന്റെ ഉസൂലുകളായിട്ട് ഉലമാക്കൾ പറയാറുള്ളത്. കാരണം ഈ മൂന്നാമത്തെ കാര്യത്തിൽ സലഫി മൻഹജും മറ്റുള്ള പിഴച്ച കക്ഷികളും വേർതിരിയുന്ന ഒരു കാര്യമാണ്. ഭരണാധികാരി, മുസ്ലിമീങ്ങൾ ബൈഅത്ത് ചെയ്തെടുക്കുന്ന ഭരണാധികാരി, അത് ഇതിൽ പറഞ്ഞത് അവരുടെ കൂട്ടത്തിൽ താഴ്ന്ന ദറജയിൽ സ്ഥാനം കൊണ്ട് കാണുന്ന അടിമയാണ്, നീഗ്രോ ആണ് എങ്കിൽ പോലും ഭരണാധികാരിയായോ ആ ഭരണാധികാരിക്ക് കേൾവിയും അനുസരണം ഉണ്ടായിരിക്കണം. അള്ളാഹുവിനെ ധിക്കരിക്കാത്ത വിഷയത്തിൽ അത് പറയുന്നത് വരെ കേൾവിയും അനുസരണം ഉണ്ടായിരിക്കണം. നമ്മുടെ സ്വത്ത് തട്ടിയെടുത്താലും മുസ്ലിമീങ്ങളെ വധിക്കുന്ന ആളാണെങ്കിലും എത്ര അക്രമിയാണെങ്കിലും അയാളുടെ പിന്നിൽ നിസ്കാരം നിർവഹിക്കണം, അയാളുടെ പിന്നിൽ ജിഹാദിനിറങ്ങണം, അയാൾക്ക് കേൾവിയും അനുസരണവും അവിടെ ഉണ്ടായിരിക്കണം. അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഓർമ്മപ്പെടുത്താണ്. നമ്മൾ ആലോചിച്ച് നോക്കിയും ഈ നിലക്ക് ഗൗരവമുള്ള ഒരു ഉപദേശത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കണമെങ്കിൽ ഇത് എത്ര പ്രാധാന്യം ഉണ്ടാവുന്നു. കാരണം അത്രയും പ്രാധാന്യമുള്ള, കാരണം മുസ്ലിമീങ്ങളുടെ അവരുടെ ഇബാദത്തുകളാവട്ടെ മറ്റുള്ള കാര്യങ്ങളാവട്ടെ അത് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ജമാഅത്ത് ആവശ്യമാണ്. ആ ജമാഅത്ത് നിലകൊള്ളണമെങ്കിൽ അതിനൊരു ഇമാമും നിർബന്ധമാണ്. ഇമാമ് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? സമഉം ദഅവത്തും വേണം. അഥവാ ഒരു സ്കൂളുണ്ട്, അതിന് പ്രിൻസിപ്പാളുണ്ട്, ആ പ്രിൻസിപ്പാളിനെ ആരും അനുസരിക്കുന്നില്ല വിചാരിക്കുക, ആ സ്കൂൾ നേരവണ്ണം നടക്കുമോ? ഇല്ല. ആരാണോ ലീഡർ ആരെന്ത് ചെയ്യണം? അനുസരിച്ചാലേ ആ ജമാഅത്ത് നേരെ മുന്നോട്ട് പോവുകയുള്ളൂ. ഫഇന്നഹു മൻ യഇശ് മിൻകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരാണോ നിങ്ങളിൽ എനിക്ക് ശേഷം ജീവിക്കുന്നത്, ഫസയറ ഇഖ്തിലാഫൻ കസീറ, അവൻ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാനിടയാകും. അഥവാ ഈ ദീനിന്റെ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത കാര്യങ്ങളുമെല്ലാം കാണാനിടയാകും. ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. നിങ്ങൾക്കിതാ എന്റെ സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ കാണിച്ചത് അതുണ്ട്. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ മിൻ ബഅദി, എനിക്ക് ശേഷമുള്ള ഖുലഫാഉർ റാഷിദീങ്ങൾ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ, അതുപോലെയുള്ള സ്വഹാബി ശ്രേഷ്ഠർ, അവരുടെ സുന്നത്തുണ്ട്. അഥവാ അവർ മനസ്സിലാക്കിയതുണ്ട്. തമസ്സകൂ ബിഹാ, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്,
നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട്, അഥവാ എന്തെങ്കിലും ഒരു കാര്യത്തെ കടിച്ചു പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അണപ്പല്ലുകൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഈ ഒരു വാചകം തന്നെ നമുക്ക് മതിയായതാണ്. മറ്റുള്ള ആളുകൾ എന്തെല്ലാം വിഷയത്തിൽ അവർ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും ഈ ഒരു മാർഗത്തിലല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തില്ലേ, സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെയല്ലേ അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഈ ഒരു നഹ്ജിന്റെ, സലഫി മൻഹജിന്റെ അല്ലെങ്കിൽ സ്വഹാബികളുടെ പാതയെ പിൻപറ്റുന്നതിന്റെ ഏറ്റവും വലിയ ലദ്ദത്ത് ലഭിക്കുന്ന ഒരു ഭാഗമാണിത്. കാരണം അത്രയും ആ സുന്നത്തിനോട് മാത്രം ചേർന്ന് നിൽക്കുന്നു. സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ മാത്രമേ ഞാൻ ദീന് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ഇബാദത്ത് ചെയ്യുകയുള്ളൂ എന്നുള്ളത് അത്രയും മഹത്തായിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമസ്സകൂ ബിഹാ, നിങ്ങൾ അതിനെ മുറുകെ പിടിക്കുക, അതിനെ കടിച്ചു പിടിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന അവസ്ഥ. കാരണം സഹോദരങ്ങളെ, അവരിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് അവരുടെ ഇടയിലാണ്. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ നേരിട്ട് കേട്ടത്. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ കേട്ടത്. അവരാണ് ആ ഹദീസുകൾ ആദ്യമായി ഹിഫ്ളാക്കിയത്. അവരാണ് ഈ ദീനിനെ ആദ്യമായി കൊണ്ടുനടന്നത്. അവരാണ് ആദ്യമായി നിസ്കരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിസ്കാരം നിർവഹിച്ചത്. അങ്ങനെ ഈ ദീനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിച്ചു പോകുമ്പോൾ അവരാണ് അത് മനസ്സിലാക്കിയത്. അവർ മനസ്സിലാക്കിയതുപോലെ അല്ലാതെ വേറെ എങ്ങനെ മനസ്സിലാക്കുക? അവർ മനസ്സിലാക്കിയതല്ല യഥാർത്ഥ രൂപത്തിലുള്ള ദീന്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ മുറുകെ പിടിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. അത് വിശ്വാസ കാര്യത്തിലാവട്ടെ അമലുകളിലാവട്ടെ രണ്ടു രീതിയിലുണ്ടാകും. പുതിയ പുതിയ വിശ്വാസങ്ങൾ ഉണ്ടാകും, പുതിയ പുതിയ കർമ്മങ്ങൾ ഉണ്ടാകും. രണ്ടിലാണെങ്കിലും അത് നിങ്ങൾ സൂക്ഷിക്കുക. നമുക്ക് ചരിത്രത്തിൽ ഈ ഒരു വിഷയത്തിൽ നമ്മൾ എന്തായാലും കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജികളുമായി ഹറൂരിയാക്കളുമായിട്ടുണ്ടായ സംവാദം. അത് എന്താണ്? ഹറൂരിയാക്കൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് ഖവാരിജികൾ മുസ്ലിമീങ്ങൾക്കെതിരെ, അലി റളിയല്ലാഹു അൻഹുവിനെതിരെയും അതുപോലെയൊക്കെ അവരെല്ലാം കാഫിറുകളാണ് അല്ലെങ്കിൽ അവർക്കെതിരെ ഇറങ്ങി പുറപ്പെട്ട് യുദ്ധത്തിന് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ അവരോട് പോയി സംസാരിക്കാം, ളുഹർ നിസ്കാരം കുറച്ചൊന്ന് വൈകിപ്പിച്ചാൽ മതി ജമാഅത്ത്, ഞാൻ അവരോട് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെന്നു. എന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ കേട്ടു. 3 പ്രധാനപ്പെട്ട വാദങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. 3 വാദങ്ങൾ. ആ 3 വാദങ്ങൾ കേട്ടതിന് ശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി പറയുമ്പോൾ പറയുന്ന ചില വാക്കുകളുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ വരുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളുടെ അടുക്കൽ നിന്നാണ്. അവരിലേക്കാണ് ഖുർആൻ ഇറങ്ങിയത്. അവർക്കാണ് ഖുർആൻ ഏറ്റവും നന്നായി മനസ്സിലാക്കുക. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും നിങ്ങളിലില്ല. അന്ന് അത്രയും സഹാബികൾ ജീവിച്ചിരിപ്പുണ്ട്. ഖവാരിജികളുടെ കൂട്ടത്തിൽ ഒറ്റ സ്വഹാബി ഉണ്ടായിട്ടില്ല. ആ ഒരാൾ പോലും നിങ്ങളുടെ കൂട്ടത്തിൽ ആ സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്നില്ല. അതുകൊണ്ട് അവർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദുർവ്യാഖ്യാനിച്ച ആയത്തുകളെയും അവർ പറഞ്ഞ തെറ്റിദ്ധാരണകളെയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരുത്തി കൊടുക്കുകയും അവരുടെ കൂട്ടത്തിൽ നിന്ന് 2000-ഓളം ആളുകൾ തിരിച്ച് യഥാർത്ഥ നഹ്ജിലേക്ക്, സഹാബികളുടെ പാതയിലേക്ക് അതിനുശേഷം തിരിച്ചു വരികയും ചെയ്ത മഹത്തായിട്ടുള്ള ഒരു സംവാദം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജികളുമായി ഉണ്ടായ സംവാദം ചരിത്രത്തിലുണ്ട്. അതും മൻഹജിന്റെ ഭാഗമായിട്ട് നമ്മൾ കേട്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുതുതായിട്ടുണ്ടാകുന്ന വിശ്വാസമാവട്ടെ കർമ്മങ്ങളാവട്ടെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അത്തുൻ, പുതുതായി ഉണ്ടാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ബിദ്അത്തുകളാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാലത്തുൻ, എല്ലാ ബിദ്അത്തും എന്താണ്? വലാലത്താണ്, വഴികേടുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ചില ഹദീസുകളിൽ വകുല്ലു വലാലത്തിൻ ഫിന്നാർ എന്നുള്ള ഭാഗവും വേറെ ചില റിവായത്തുകളിൽ കാണാം. റവാഹു അബൂ ദാവൂദ് വതിർമിദി വസഹഹു ഇബ്നു മാജ. അപ്പോൾ ബിദ്അത്തുകളെ നമ്മൾ ഒഴിവാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഹ്ലുസുന്നയിൽപ്പെട്ട അല്ലെങ്കിൽ യഥാർത്ഥ മൻഹജിൽപ്പെട്ട ഒരാൾ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ഒരേ ഒരു കാരണം അത് ബിദ്അത്താണ്. ദീനിൽ നിന്ന് പുറത്തുവല്ല, ദീനിന്റെ യഥാർത്ഥ നഹ്ജിൽ നിന്ന് പുറത്തു പോകുന്നത് ബിദ്അത്താണ്. അതായത് ഒരു സലഫി അല്ലെങ്കിൽ ഒരു അഹ്ലുസുന്നയിൽപ്പെട്ട ഒരാൾ അവൻ മദ്യപിച്ചു എന്ന് വിചാരിക്കുക, അവൻ വ്യഭിചരിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഷഹ്വാനിയായിട്ടുള്ള പാപങ്ങൾ അവനിൽ സംഭവിച്ചു എന്ന് വിചാരിക്കുക, അവൻ ഒരിക്കലും അഹ്ലുസുന്നയിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അവൻ ഒരിക്കലും സലഫി മൻഹജിൽ നിന്ന് പുറത്തു പോകുന്നില്ല. ഈമാൻ ദുർബലമുള്ള ആളാണ്, അല്ലെങ്കിൽ ഫാസിഖാണ്,
ആസിയാണ്, പാപം ചെയ്യുന്നവനാണ്, തെമ്മാടിയാണെന്നുള്ള പേരൊക്കെ വരും. പക്ഷെ അവൻ ഒരിക്കലും എന്താകുന്നില്ല, സലഫി അല്ലാതാകുന്നില്ല. അധികം ആളുകൾക്കും അറിയില്ല, സലഫികൾക്ക് പോലും അറിയില്ലത്. സലഫികൾ പോലും ഷഹ്വാനിയായ പാപം ഒരാൾ കണ്ടു കഴിഞ്ഞാൽ പറയും അവൻ എന്ത് സലഫിയാ, അല്ലെങ്കിൽ അവൻ എന്താളാ, അവൻ സലഫിയായിട്ട് ചെയ്ത് കണ്ടില്ലേ, അവൻ കട്ടെടുത്തോട്ടെ, കൊലപാതകം നടത്തിക്കോട്ടെ, വ്യഭിചരിച്ചോട്ടെ, എന്ത് ചെയ്തോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷഹ്വാനി ആയിട്ടുള്ള പാപങ്ങളൊക്കെ എടുത്തോളി. അതൊക്കെ സംഭവിച്ചാലും അവൻ സലഫിയത്തിൽ നിന്ന് പുറത്തുപോയില്ല, അവൻ അഹ്ലുസുന്നയിൽ നിന്ന് പുറത്തുപോയില്ല. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യം, അത് ദീനാണ് എന്ന നിലക്ക് ഒരു 2 റക്അത്ത് നിസ്കാരമായിക്കോട്ടെ, ഒരു ദിക്ർ ആയിക്കോട്ടെ അവനിൽ വന്നു കഴിഞ്ഞാൽ അവൻ അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താവും, അവൻ ബിദ്അത്തിൽ നിന്ന് പുറത്താകും, അവൻ സൽഫി മൻഹജിൽ നിന്ന് പുറത്താകും. അവന് എത്ര നല്ല സ്വഭാവമുള്ളവനാണെങ്കിലും, എത്ര ഇബാദത്തുകൾ ചെയ്യുന്നവനാണെങ്കിലും, എത്ര നല്ല ഗുണങ്ങളുള്ളവനാണെങ്കിലും അവൻ സൽഫിയല്ല, അവൻ സൽഫിയത്തിൽ നിന്ന് പുറത്താകും. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഇത് ധാരാളം ആളുകൾക്ക് അവർ എന്തുണ്ടായാലും, ഒരാളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായ, മോശപ്പെട്ട ഒരു കാര്യം ഉണ്ടായ എന്ത് സൽഫിയാണ് അവൻ, അല്ലെങ്കിൽ എന്താളാണ് അവൻ, ആ നിലക്ക് സൽഫിയത്തിലേക്ക് ചേർത്തി പറയുന്നത് കാണാം. ആളുകൾക്ക് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം അറിയാത്തതുകൊണ്ടാണ്. സലഫിയത്തിൽ നിന്ന് ഒരാൾ പുറത്താകുന്നതിന് ഒരു കാരണമുള്ളത് എന്താണ്? ബിദ്അത്താണ്. അത് വിശ്വാസപരമായിട്ടുള്ളതാവട്ടെ, കർമ്മപരമായിട്ടുള്ളതാവട്ടെ, അതല്ലാത്ത കാര്യങ്ങളെ കൊണ്ട് ഒരാൾ ദുർബലനായ ഈമാനുള്ളവനാണെന്ന് പറയാം, തെമ്മാടിയാണെന്ന് പറയാം, ഫാസിഖാണെന്ന് പറയാം, ആസിയാണെന്ന് പറയാം. പക്ഷെ അവൻ മുബ്തദി ആവുകയില്ല, അവൻ സലഫിയത്തിൽ നിന്ന് പുറത്തായവനാവുകയില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുള്ള പാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ സഹാബികളിൽ ചിലർ, അല്ലെങ്കിൽ 1-2 വ്യക്തികൾ മദ്യപിച്ചതായിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളുണ്ട്, മദ്യപിച്ചു വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച് ആ സഹാബിയെ മറ്റ് ഒരു സഹാബി ഉണ്ടായിരുന്നു, ഒരു ഹദീസ് കാണാം, അബ്ദുല്ലാ ബിൻ ഹറാം എന്തോ പേര് ഉള്ളത്. അദ്ദേഹത്തിനെ ആളുകൾ വിളിച്ചിരുന്നത് ഹിമാർ എന്ന പേരിലാണ്. തമാശകൾ പറയുന്ന തുന്നക്കാരനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രങ്ങളൊക്കെ തുന്നിക്കൊടുക്കും. അങ്ങനെ ഇടക്ക് മദ്യപിക്കും, ഇടക്ക് ചില സമയത്ത് ദുർബല സമയത്ത് മദ്യപിക്കും. മദ്യപിച്ചു വന്നു കഴിഞ്ഞാല് ചാട്ടവാറടി ശിക്ഷ നബി നടപ്പിലാക്കും. പിന്നെ കുറച്ചുകാലം നല്ല രീതിയിൽ മുസ്ലിങ്ങളൊപ്പം ജീവിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ മദ്യപിച്ചു വരും. ഇത് ആ ഒരു പാപത്തെ നിസ്സാരമായി പറയാനല്ല കേട്ടോ, ഞാൻ ഈ മൻഹജിന്റെ വിശ്വാസത്തിന്റെ ഭാഗം പറയാനാണ് ഈ പറയുന്നത്. അങ്ങനെ പിന്നെ വരും. അങ്ങനെ 2-3 തവണയായപ്പോൾ ഒരു വട്ടം ഈ ചാട്ടവാറടി ശിക്ഷ നടപ്പിലാക്കുന്ന സമയത്ത് ചില സഹാബികൾ പറഞ്ഞു, ഇനി എത്ര തവണയാണ് അത് ആവർത്തിക്കുന്നത്, അള്ളാഹുന്റെ ശാപം നിനക്കുണ്ടാവട്ടെ, അള്ളാഹുന്റെ ശാപം നിനക്കുണ്ടാവട്ടെ അയാൾക്ക് പറഞ്ഞു. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഈനു അലൈഹി ശൈത്താൻ, അവന്റെ മേലെ നിങ്ങൾ പിശാചിനെ സഹായിക്കരുത്, അവന്റെ മേലെ നിങ്ങൾ പിശാചിനെ സഹായിക്കരുത്. അവൻ അള്ളാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെടുന്നവനാണ്. അവന്റെ ഉള്ളിലുള്ള ഈമാനിന്റെ അടിസ്ഥാനമായിട്ടുള്ള അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, നിഷേധിച്ചിട്ടില്ല, അത് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മാഇസ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നോക്കൂ, വ്യഭിചരിച്ചു പോയ സഹാബിയാണ്, വ്യഭിചരിച്ചു പോയതാണ്. ആ സഹാബിയുടെ തൗബയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറയുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ആ സഹാബിയെ സംബന്ധിച്ച് സഹാബിയാവാൻ യോഗ്യനല്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള കാര്യമല്ല പറഞ്ഞിട്ടുള്ളത്. സ്വയം ആ കഫാറത്ത് ആയിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഹദ് സ്വീകരിച്ച സഹാബിയെ, ആ തൗബയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറയാണ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാൾ സലഫി അല്ലാതെയാകുന്നത് ഷഹ്വാനിയായ പാപം കൊണ്ടല്ല. ഒരിക്കലും ഒരു വ്യക്തിയുടെ പാപങ്ങളുടെ മേലെ സലഫിയത്തിനെ ആക്ഷേപിക്കാൻ നിൽക്കരുത്. സലഫിയത്തിന് യോജിച്ചതല്ല, അല്ലെങ്കിൽ ഇത് സലഫുകളുടെ മാർഗമല്ല, അല്ലെങ്കിൽ അത് യഥാർത്ഥ രൂപത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിന്റെ പേരിൽ അയാൾ സലഫി അല്ല എന്നുള്ള നിലക്ക്, അതായത് ഒരു സലഫി, യഥാർത്ഥ സലഫി യോജിച്ചതല്ല, സലഫു സാലിങ്ങളുടെ മാർഗമല്ല, ആ നിലക്കൊക്കെ പറയാം, അത് തെമ്മാടിത്തരാന്നൊക്കെ പറയാം. പക്ഷേ അവനെ ഈ സലഫിയത്തിൽ നിന്ന്, അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താകണമെങ്കിൽ അവനിൽ എന്തുണ്ടാകണം? അവന് ബിദ്അത്ത് സംഭവിക്കണം, ബിദ്അത്ത് സംഭവിക്കണം. ശിർക്ക് പറയാത്തത് ശിർക്ക് ഒരു ബിദ്അത്താണ്, ശിർക്ക് എന്നുള്ള ഒരു ബിദ്അത്താണ്. ബിദ്അത്ത് സംഭവിക്കണം, എന്നാൽ മാത്രമേ അവൻ അഹ്ലുസുന്നയിൽ നിന്ന് പുറത്തു പോവുകയുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. ഇതിന്റെ മറ്റൊരു റിവായത്തിൽ, വഫി റിവായത്തിൻ ലഹു ലഖദ് തറക്തുകും അലൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ, ഇതിന്റെ വേറെ റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് തെളിഞ്ഞ വെളുത്ത പ്രതലത്തിലാണ്, അതിന്റെ രാവ് എന്നുള്ളത് പകല് പോലെയാണ്, അഥവാ വളരെ ഒരു സംശയമില്ലാത്ത അത്രയും തെളിഞ്ഞ പാതയിലാണ്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലികുൻ, എനിക്ക് ശേഷം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഈ ദീനിനെ മനസ്സിലാക്കാൻ പറ്റാത്ത നിലക്ക്, കൺഫ്യൂഷൻ ആകുന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയിട്ടില്ല.
ഒരാൾ സത്യം അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ അവൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ദീൻ. ഒരാൾ സത്യം അന്വേഷിക്കുകയാണ് എങ്കിൽ അവന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ദീൻ. ഒരിക്കലും ഒരാള് ഖുർആൻ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവൻ ശിർക്കിയില്ല, അവൻ ബിദഅത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അല്ലാതെ ദീന് ഖുർആനും ഹദീസും കിട്ടിയുകൊണ്ട് അവൻ മനസ്സിലാക്കിയാൽ അവൻ അങ്ങനെ പഴിച്ചുമില്ല. ആ വക്രതയുള്ളത് കൊണ്ടാണ് അവർ തെറ്റിപ്പോകുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് ശേഷം ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഈ മാർഗത്തിൽ നിന്ന് പഴച്ചു പോകുന്നവൻ നാശം സംഭവിച്ചവനാണ്. ഇപ്പൊ ചില ആളുകൾ നമ്മുടെ നമുക്ക് പരിചയം ഉണ്ടാവും അതുപോലുള്ള ആളുകൾ. അവർ ഏതെങ്കിലും വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവർ പറയും, ഇതെന്താണ് ഇതിങ്ങനെ ദീന്റെ പേരിൽ തർക്കിച്ചിട്ട് ഇതാക്കിയിട്ട് എനിക്ക് മടുത്തു, ഞാൻ ഈ ഒന്നിനുമില്ല. അല്ലെങ്കിൽ ചില ആളുകൾ പറയും, ഈ മുസ്ലിങ്ങൾ എത്ര വിഭാഗമാണ്, ഞാൻ ശരിയായതൊന്നും പഠിക്കുന്നില്ല, ഞാൻ എന്റെ കാര്യങ്ങൾ മാത്രം നോക്കി പോയിക്കോളാം എന്ന നിലക്ക് പറയുന്നത് കാണാം. അപ്പൊ അവരോട് നമ്മൾ ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, അവർ ഒരു വാഹനം വാങ്ങാനെന്ന് വിചാരിക്കുക, ഒരു കാറ് വാങ്ങാൻ ഒരാൾ തീരുമാനിച്ചു വിചാരിക്കുക. അവന്റെ കയ്യിൽ ഇത്ര പണമുണ്ടെങ്കിൽ ആ പണത്തിന് അവന് മുതലാകുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല വാഹനം ഏതാണെന്ന് കിട്ടുന്ന നോക്കാൻ വേണ്ടി എത്ര പരിശോധിക്കും? പോട്ടെ, ഒരു വസ്ത്രം എടുക്കുന്നതിൽ നമ്മൾ എത്ര നോക്കും? അതിൽ നിസ്സാരമായ ഒരു സാധനം വാങ്ങുമ്പോഴേക്ക് നമ്മൾ എത്ര പഠിക്കും അതിനെ കുറിച്ചിട്ട്? ഇതിലേതാണ് എനിക്ക് നല്ലത്, എനിക്ക് ഉപകാരമുള്ളത് ഏതാണ്, അല്ലെങ്കിൽ എന്റെ ഈ വിലക്ക് കിട്ടുന്ന നല്ല കാര്യം ഏതാണെന്ന് പഠിക്കും, ഉറപ്പാണ്. അങ്ങനെയാണ് ആളുകൾ സ്വാഭാവികമായിട്ട് ഏത് കാര്യം എടുത്താലും. അപ്പൊ അവന്റെ ദീന്റെ വിഷയത്തിലോ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ അവന്റെ കയ്യിൽ ഉണ്ടാകുന്ന ദീന്റെ വിഷയത്തിൽ അവൻ പഠിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ, അവൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല എങ്കിൽ, ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞു പോയി വേണമെങ്കിൽ അവൻ എത്ര വിഡ്ഢിയാണ്. അത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെളിഞ്ഞൊരു പ്രതലത്തിൽ നമ്മെ വിട്ടേച്ചു പോയിരിക്കുകയാണ്. എന്നിട്ടും പിഴച്ചു പോകുന്നവൻ അവൻ അത്രയും നാശം വരുന്നവനാണ്. എന്നിട്ട് പറഞ്ഞു, വമയ്യഅ്ശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം ജീവിക്കുന്നവർ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളെ കാണുന്നതാണ്. അവിടെ മാർഗം ഈ സഹാബികളുടെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്നിടത്താണ് വിജയമുള്ളത്. ഏതൊരു ശുഭത്തിനും നമുക്ക് പറയാകുന്ന മറുപടിയാണിത്. ഇപ്പൊ ചില ആളുകൾ പല പല ശുഭത്തുകൾ കൊണ്ടുവരും. ഇങ്ങനൊരു കാര്യം ഉണ്ടല്ലോ, ഇതില്ലാന്ന് ഇപ്പൊ എങ്ങനെ പറയാൻ പറ്റുക, അല്ല ഇങ്ങനൊരു കാര്യം ഉണ്ടല്ലോ, ഇതില്ലാന്ന് എങ്ങനെ പറയാൻ പറ്റുക, ഇതിനിപ്പോ എന്താ ഇപ്പൊ തെളിവുള്ളത്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ചു വരും. ഇനി അതിന്റെ തെളിവിന്റെ വശം കൊണ്ടത് പറഞ്ഞാലും ഉൾക്കൊള്ളാൻ തയ്യാറാവൂല. അങ്ങനെയുള്ള ആളുകളോട് ഒറ്റ മറുപടി നമുക്കുള്ളത് എന്താണ്? സഹാബികൾ അതിങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല, സഹാബികൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ട് പിന്നെ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവര് ജമാഅത്തിന് പോകുന്നു അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അവർ പല പല ന്യായങ്ങൾ പറയും. മാസത്തിൽ 3 ദിവസം പോകുന്നതിന് അവർ പല ന്യായങ്ങൾ പറയാറുണ്ട്. അവർ പറയുന്ന ന്യായമാണ്, ഒരു അമലിന് 10 ഇരട്ടി പ്രതിഫലമാണ്, മാസത്തിൽ 3 ദിവസം പോയാൽ 3 × 10 30 ദിവസം, അപ്പൊ എന്തായി, പിന്നെ 30 ദിവസത്തെ ചെയ്ത പ്രതിഫലം കിട്ടി. അങ്ങനെ അവർക്ക് ഇല്ലാത്ത ന്യായങ്ങളില്ല, ഒരുപാട് ന്യായങ്ങൾ അവർ പറയാറുണ്ട്, പല പല ന്യായങ്ങളുണ്ടാവും. പക്ഷെ അതിനുള്ള മറുപടി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ അത് ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ഇങ്ങനെ 10 ഇരട്ടി പ്രതിഫലം ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ കാണിക്കണ്ടേ? സഹാബികൾ ചെയ്തു എന്ന് പറഞ്ഞ ഒരു പലതും പറയും, സഹാബികൾ ഇങ്ങനെ യാത്ര പോയി അല്ലെങ്കിൽ ഇന്നതിന് പോയി, അതിനൊക്കെ പറയും. പക്ഷെ ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ സഹാബികൾ ചെയ്തിട്ടില്ല. ആ നിലക്കുള്ള ഒരു കാര്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിലും ഈ നിലക്ക് സഹാബികൾ നമുക്ക് എന്താണ്, നമുക്കുള്ള ഏറ്റവും പ്രതിരോധിക്കാനുള്ളതാണ്, നമുക്കുള്ള ഏറ്റവും സംരക്ഷണ കവചമാണ് എന്ത്? ഈ സഹാബികൾ എന്നുള്ളത്. നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി, കുറെ ആളുകൾ നമ്മൾ ഉപദ്രവിക്കാൻ വരിക, നമ്മൾ ഏറ്റവും നല്ലൊരു സംരക്ഷണത്തിൽ കോട്ടക്കകത്ത് നിൽക്കാൻ വിചാരിക്കുക, എന്ത് വന്നാലും അതിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും? അത് തെറിച്ചു പോകും. അതുപോലെയാണ് ശുഭത്തുകൾക്ക് മുമ്പിൽ സലഫി മൻഹജിന്റെ അകത്ത് നിൽക്കുക എന്നുള്ളത്. ഏതൊരു ശുഭത്തും അതിൽ തട്ടി തെറിച്ചു പോകും. അടുത്ത ഹദീസ് വലി മുസ്ലിം. ഈ ഒരു ഹദീസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസാട്ടോ, ഒരുപാട് മൻഹജി ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. അർബാദ് ഇബ്നു ശാരിയുടെ ഹദീസ് മൻഹജ് പഠിപ്പിക്കുന്ന കിതാബുകളിൽ ഒന്നിൽ പോലും ഈ ഹദീസ് പറയാതെ വിട്ടുപോവുകയില്ല. ولمسلم عن جابر رضي الله عنه قال قال رسول الله صلى الله عليه وسلم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിക്കുന്ന സമയത്തെല്ലാം അല്ലാഹുവിനെ സ്തുതിക്കുകയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ള വാക്കാണ് അമ്മാ ബഅദ്, പറഞ്ഞ വാക്കിന് ശേഷം എന്നുള്ള അർത്ഥത്തിൽ, ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ്,
സംസാരത്തിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല സംസാരം അള്ളാഹുവിന്റെ കിതാബാണ്, ഖുർആനാണ്. വഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല മാർഗം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്. വശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങൾ ഏറ്റവും ഷർറ് നിറഞ്ഞത് പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. വകുല്ല ബിദ്അത്തിൻ ദലാലത്തുൻ, എല്ലാ ബിദ്അത്തും വഴികേടുമാണ് എന്നുള്ളത് കഴിഞ്ഞ ഹദീസിന്റെ അതേ ആശയമാണ്, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അടുത്ത ഹദീസ് വലിൽ ബുഖാരി അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല قال رسول الله صلى الله عليه وسلم كل أمتي يدخلون الجنة إلا من أبى قيل ومن أبى قال من أطاعني دخل الجنة ومن عصاني فقد أبى. വളരെ മഹത്തരമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അനുസരിക്കണം എന്നറിയിക്കുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ധിക്കാരം കാണിക്കുക, എതിർപ്പ് കാണിക്കുക എന്നുള്ളത് നരകത്തിലേക്കുള്ള മാർഗമാണ് എന്നറിയിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ, എന്റെ ഉമ്മത്തിൽ എല്ലാവരും തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇല്ലാമൻ അബ, അബ എന്ന് പറഞ്ഞാൽ വിസമ്മതിച്ചവരൊഴികെ. ഒരു കാര്യം ചെയ്യാൻ വിസമ്മതിക്കുന്നതിനാണ് അബ യഅബ എന്നുള്ള പദം ഉപയോഗിക്കുക. ഇബ്ലീസ് വിസമ്മതിച്ചതിനൊക്കെ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഖീല വമൻ അബ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ആരാണ് വിസമ്മതിച്ചത് എന്ന് പറയുന്നത്, എന്താണ് വിസമ്മതിക്കുക എന്ന് പറഞ്ഞാൽ? ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അത്വാഅനി, ആരാണോ എന്നെ അനുസരിക്കുന്നത്, ദഖലൽ ജന്നത, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസാനി, ആരാണോ എന്നോട് ധിക്കരിക്കുന്നത്, എതിർപ്പ് കാണിക്കുന്നത്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിർത്ത് നിൽക്കുന്നത്, ഫഖദ് അബ, അവനാണ് വിസമ്മതിച്ചത്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നുള്ളത് സ്വർഗപ്രവേശനത്തിന്റെ പ്രധാനപ്പെട്ട കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുസരണക്കേട് കാണിക്കുക എന്നുള്ളത് സ്വർഗത്തിലേക്ക് പിന്നെ എന്താ ഉള്ളത്, നരകത്തിലേക്ക് വഴിയൊരുക്കുന്ന കാര്യവുമാണ് എന്നറിയിക്കുന്ന ഒരു ഹദീസാണിത്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഉണ്ടാവണം. വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു കാര്യമാണ്. നിസ്സാരമായ കാര്യമാണെങ്കിലും അതിൽ ആ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ താല്പര്യം കാണിക്കണം. അത് കിടപ്പറയിൽ കിടക്കുന്ന വിഷയത്തിലാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ, നമ്മുടെ ദീന്റെ ഒരു മഹത്തരമായിട്ടുള്ള കാര്യം പറഞ്ഞു. ഞാൻ ഇത് പിന്നെ പലപ്പോഴും ചിന്തിക്കുമെങ്കിലും ഇത് വളരെയധികം ഒരു ഉൾക്കാഴ്ച നൽകിയത് ഒരിക്കൽ റിവേർട്ട് ആയിട്ടുള്ള നമ്മുടെ സുഹൃത്താണ്, സുഹൃത്തും വിദ്യാർത്ഥിയും ഒക്കെയാണ്. ക്രിസ്ത്യൻ മതസ്ഥനായിരുന്നു. അവൻ റിവേർട്ടായിട്ട് വന്നിട്ട് അവൻ എങ്ങനെയാണ് റിവേർട്ട് ആയത് എന്ന് അവൻ എന്നോട് പറയാണ്. എങ്ങനെയാണ് റിവേർട്ട് ആകേണ്ട സാഹചര്യം എന്നുള്ളതൊക്കെ പറഞ്ഞു. റിവേർട്ട് ആയത് അവൻ അതിനുശേഷം വളരെ ഉൾക്കാഴ്ചയുള്ള ബൈബിളൊക്കെ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. സാധാ ലോക്കല് ഒരു നസ്രാനിയല്ല, ബൈബിളിലൊക്കെ അറിവുള്ള ആളായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു, ഇസ്ലാമിന്റെ വൈജ്ഞാനിക തലം എന്നുള്ളത് അത് ചിന്തിക്കുന്നതിലൊക്കെ അപ്പുറത്താണ്. അത് നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ജനിച്ച് കേട്ട് വളർന്നുകൊണ്ട് നമ്മൾ ചെറുപ്പത്തിലെ നബിസ്വല്ലല്ലാഹു സുന്നത്തുകൾ അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് കേട്ട് വളർന്നുകൊണ്ട് നമുക്ക് അത്ര മനസ്സിലാവാത്തത്. അവര് നസ്രാണിയായി അവരുടെ ദീന് പഠിച്ചിട്ട് അവർ കൃത്രിമം കാണിച്ച് ഇപ്പൊ നിലവിലുള്ള ആ ദീന് പഠിച്ചു വന്ന ഒരാള് ഇസ്ലാമിനെ പറ്റി അറിഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ വൈജ്ഞാനിക തലം എത്രത്തോളം അത്ഭുതമാണ് എന്നുള്ളത് അവൻ പറയാണ്. ഓരോ കാര്യങ്ങൾ എടുത്ത് പറയാണ്. അതിൽ വളരെ കൗതുകം തോന്നി. അവൻ ഇസ്ലാം സ്വീകരിച്ച ഉടനെ കൗതുകം തോന്നിയ ഒരു കാര്യം അവൻ പറയുകയുണ്ടായി. ഞാൻ അവിടെ നമുക്ക് ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇത് കേൾക്കുന്ന ആളുകളോട് പറയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ ചെറുപ്പത്തില് അവൻ കാണാൻ നല്ല ഭംഗിയുള്ള ആളാണ്. അപ്പോ 10ാം ക്ലാസ്സിലോ പ്ലസ് ടുവിലോ പിന്നെ കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടി സുഹൃത്തിന്റെ വീട്ടിലും മറ്റു പോയ സമയത്ത് അവന് സുഹൃത്തും കൂടി ഒരു കിടക്കയിൽ ഒരു പുതപ്പിലായിക്കൊണ്ട് കിടന്നുറങ്ങി. അപ്പൊ ആ സുഹൃത്തിൽ നിന്ന് മോശമായിട്ടുള്ള ഒരു രീതി അവന് ഉണ്ടായി, അവന് സംഭവിച്ചു. അത് അവന് മാനസികമായിട്ടൊരു ഷോക്കായിട്ടുണ്ടായിരുന്നു. പിന്നീട് അവൻ കഴിഞ്ഞു അവൻ ഇസ്ലാം സ്വീകരിച്ച ഒരു ദിവസം കുറച്ചായിട്ടുള്ളൂ. അപ്പൊ മുസ്ലിമുകളായ അവന്റെ നാട്ടിലുള്ള കുറെ സുഹൃത്തുക്കളുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ സുഹൃത്തുക്കളുമായിട്ട് ഒരു യാത്രയോ മറ്റോ ഒരു സുഹൃത്തിന്റെ വീട്ടിലോ മറ്റോ താമസിക്കേണ്ടി വന്നു. അപ്പൊ ഒരു റൂമിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരിങ്ങനെ എല്ലാവരും അടുപ്പിച്ച് കിടക്കണം അല്ലെങ്കിൽ ഒരുമിച്ച് കിടക്കുകയാണെന്നുള്ള തീരുമാനമായപ്പോൾ ഇവൻ പറയാണ് അവന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള പേടിയായി. എന്താ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നന്നൊരു ഷോക്കായതാണ്. അതിനുശേഷം വേറെ ആളുടെ ഒപ്പം എന്ത് ചെയ്യാറില്ല, അവനതിനെ കടന്നിട്ടില്ല. അപ്പൊ അവന് ഭയങ്കര പേടിയായി, ഇതിപ്പോ എന്തെങ്കിലും പ്രശ്നമാവുന്നതൊക്കെ. അവൻ ആരോട് പറയുന്നില്ല, പക്ഷെ അവൻ ഉള്ളിൽ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്നുണ്ട് അവന്റെ സുഹൃത്ത് കുറെ ഹെൽമെറ്റും തലയണി അതൊക്കെ എടുത്തിട്ട് വരുന്നത്. അപ്പോ അതെന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇത് സുത്ര വെക്കാനാ പറഞ്ഞു. അതായത് ഇസ്ലാമിൽ ഇങ്ങനെ അടുപ്പിച്ചൊരു പുതപ്പിൽ കിടക്കാൻ പാടില്ല, അതിടയിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് പറഞ്ഞു.
ഇത് കേട്ടപ്പോ അവൻ പറയാം, ഇത് കേട്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയിന്ന്. അവനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ഇത്ര ഈ ഒരു കാര്യത്തിൽ വരെ, കാരണം അവൻ അത്രയും ഷോക്കേറ്റ കാര്യമാണത് ചെറുപ്പത്തില്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ വരെ ഇത്ര അധികം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ അവൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോ സത്യം പറഞ്ഞ എനിക്ക് തന്നെ ഇസ്ലാമിനെ കുറിച്ച് നമുക്കൊരു ഇജ്ജത്ത് തോന്നുന്ന സന്ദർഭം ഉണ്ടല്ലോ, അതുപോലെ തോന്നിയ, നമ്മൾ നിസ്സാരമായി കേട്ടു പഠിച്ചുള്ള കാര്യമായിരിക്കും, പക്ഷെ അതിന് ഇത്രയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന രീതിയിലാണ് അവൻ ദീനിന്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരിക. അപ്പൊ ഇസ്ലാമിലെ ഒക്കെ സുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ് ദീന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ഏത് മേഖല എടുത്തു നോക്കിയാലും അതിന്റെ പിന്നിൽ വളരെ ഉന്നതമായൊരു വൈജ്ഞാനിക നിലവാരമുള്ള ദീനാണ് ഇസ്ലാം. ഇസ്ലാമിനെ പോലെ വൈജ്ഞാനിക നിലവാരമുള്ള ഒരു മതമോ ഒരു പ്രത്യയ ശാസ്ത്രമോ ഒന്നും ഇവിടെല്ല. ഏതെടുത്താലും ഇസ്ലാമിനെ പോലെ ഒന്നില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ അത് നമ്മൾ പഠിക്കണം, അത് നമ്മൾ പ്രാവർത്തികമാക്കണം, ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. ഇന്ന് ആളുകൾ ചെയ്യാതെ പോകുന്ന സുന്നത്തുകളുണ്ട്, അത് വീണ്ടും കൊണ്ടുവന്ന് അത് മുന്നോട്ട് കൊണ്ടുവന്ന് അത് ജീവിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ കൂടുതൽ പ്രചരിപ്പിക്കുന്ന അവസ്ഥയുണ്ടാകണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരാകുന്നത് വളരെയധികം ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരാകുന്നത് വളരെയധികം സൂക്ഷിക്കണം. അത് ചിലപ്പോ തെറ്റായിക്കൊള്ളുന്നില്ല, അത് വലിയൊരു ഗൗരവമുള്ള കുറ്റമായിക്കൊള്ളുന്നില്ല, പക്ഷെ അത് സൂക്ഷിക്കണം എന്നുള്ളത്. അതിനൊരു ചെറിയ സംഭവമാണ്. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിച്ചു, ഒറ്റ കാലില് ചെരുപ്പിട്ടിട്ട് നടക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു കാലില് ചെരുപ്പിട്ടിട്ട് നടക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോ ഒരാൾ ഇബ്നു ബാസ് റഹിമഹുല്ലാഹയോട് ചോദിച്ചു, എന്റെ ഒരു ചെരുപ്പ് ഇവിടെ ഉണ്ട്, ഒരു ചെരുപ്പ് കുറച്ച് അപ്പുറത്താണ്, ഒരു ചെരുപ്പ് ഇവിടെ, ഒരു ചെരുപ്പ് കുറച്ച് അപ്പുറത്താണ്, അപ്പൊ അത് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ചെരുപ്പിട്ട് നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം വളരെയധികം സാലിഹായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പല ശിഷ്യന്മാരും അദ്ദേഹത്തിന് നേരിട്ട് കണ്ട ആളുകൾ പലരും പറഞ്ഞിട്ടുള്ളത് സ്വഹാബികളുടെ കാലത്ത് ജീവിക്കേണ്ട ആളായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഉമർ മൗലവി പറഞ്ഞൊരു വാക്ക് കാണാം, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട രണ്ട് സ്വാലിഹീങ്ങൾ, ഒന്ന് കെ എം മൗലവിയും ഒന്ന് ഇബ്നു ബാസ് റഹിമഹുല്ലയുമാണ് എന്ന്. അത്രയും അറിയപ്പെട്ട ധാരാളം നന്മയുള്ള ആളായിരുന്നു. ഇബ്നു ബാസ് റഹിമഹുല്ല കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഒരു കാലടിയിലാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിരാകാതിരിക്കാൻ ശ്രമിക്കുക, ഒരു കാലടി വെക്കുന്നതിൽ പോലാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിരാകാതിരിക്കാൻ ശ്രമിക്കുക എന്ന് ഇബ്നു ബാസ് റഹിമഹുല്ലാ കരഞ്ഞുകൊണ്ട് അപ്പോൾ പറയുകയുണ്ടായി. ഇത് ചിലപ്പോൾ തെറ്റാവുന്നൊരു കാര്യമല്ല, ഒരു ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് അങ്ങനെ പോയി തെറ്റാവുന്ന കാര്യമില്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിരാകുന്നതിൽ ചെറിയൊരു കാര്യമാണെങ്കിലും എതിരാകാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഓർമ്മിപ്പിച്ച് കാണാം. സുന്നത്തിനെ കൈവിട്ടോ നമ്മുടെ എല്ലാവിധ ഇജ്ജത്തും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവും. ഉഹദ് യുദ്ധത്തിലുണ്ടായതുപോലെ ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയോട് അവരുടെ ഒരു മനസ്സിലാക്കൽ കൊണ്ട്, അവർ തെറ്റുദ്ദേശിച്ചിട്ടല്ല, പക്ഷെ അവർ മനസ്സിലാക്കിയതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനോട് എതിരായി ചെയ്തു പോയതുകൊണ്ട് നഷ്ടമുണ്ടായത് മൊത്തം ഉമ്മത്തിനാണ് അതുകൊണ്ടുള്ള ദോഷമുണ്ടായത്. അതുകൊണ്ട് തന്നെ സുന്നത്തിനെ ഏറ്റവും നല്ല രീതിയിൽ മുറുകെ പിടിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ എതിരാകാതിരിക്കാനും എത്രയാണോ നമുക്ക് കഴിയുക അതിന്റെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പാലിച്ചിരിക്കണം. നമുക്ക് എന്താണോ കഴിയുക അതിന്റെ മാക്സിമം നമ്മൾ പാലിച്ചിരിക്കണം. അടുത്ത ഹദീസ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഫഹ്മിനെ അറിയിക്കുന്ന ഒരു രീതിയാണ് ഈ കിതാബിലുള്ളത്. അത് കുറച്ചുകൂടി ആഴത്തിൽ ഭാവിയിലൊക്കെ കൂടുതൽ പഠിക്കുമ്പോൾ പിന്നീട് നിങ്ങൾ ഈ കിതാബ് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ഹദീസും അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു തർത്തീബ് വളരെയധികം ഉൾക്കാഴ്ചയുള്ള രീതിയിലാണ്. കാരണം തൊട്ടുമുമ്പുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ സുന്നത്തിൽ ചില ആളുകൾ അതിര് കവിഞ്ഞു പോകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പിൻപറ്റുന്നതിൽ അതിര് കവിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുണ്ടാകാനും പാടില്ല എന്നറിയിക്കുന്ന ഒരു ഹദീസാണ് അടുത്തതായി കൊടുത്തിട്ടുള്ളത്. അഥവാ ഒരു തർത്തീബിലാണ് കൊടുത്തിട്ടുള്ളത്. സുന്നത്ത് മുറുകെ പിടിക്കണം, അനുസരിക്കണം, എതിരാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നീ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് അതിര് കവിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലാകാൻ പാടില്ല എന്നറിയിക്കുന്ന ഒരു സംഭവമാണ്. വലഹുമാ അൻ അനസ് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ ഖാല ജാഅ സലാസതു റഹ്തിൻ ഇലാ അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 റഹ്തി എന്ന് പറഞ്ഞാൽ 3 മുതൽ 10 വരെ അല്ലെങ്കിൽ 9 വരെയുള്ള ഇടയിലുള്ള 3 മുതൽ 10 വരെയുള്ള എണ്ണത്തിലുള്ള ആളുകൾക്കാണ് റഹ്ത്ത് എന്ന് പൊതുവെ അറബി ഭാഷയിൽ പറയാറുള്ളത്. അപ്പൊ 3 കൂട്ടം ആളുകൾ അല്ലെങ്കിൽ 3 വ്യക്തികൾക്കും, ചിലപ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ റഹ്ത്ത് എന്നുള്ള പദം ചില സന്ദർഭങ്ങൾക്ക് ഉപയോഗിച്ച് കാണാം, എന്നാലും 3 കൂട്ടം ആളുകൾ അല്ലെങ്കിൽ 3 ആളുകൾ
ഇലാ അസ്വാജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരുടെ അടുക്കിലേക്ക് പോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ അടുക്കിലേക്ക്. യസ്അലൂന അൻ ഇബാദത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി. സ്വഹാബികൾ വളരെയധികം ഖൈറിനെ അന്വേഷിച്ചിരുന്ന തേടിയിരുന്ന ആളുകളായിരുന്നു. പല സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കും, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, ഏതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്, ഏതാണ് അഫ്ളലായ ഇബാദത്ത്, അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന കാര്യം, ഇങ്ങനൊക്കെ ചോദിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ പണ്ഡിതന്മാർ പറയാറുള്ളത് നമ്മൾ അന്വേഷിക്കണം എന്നാണ്. നമുക്ക് ഏറ്റവും ഉപകാരമുണ്ടാകുന്ന, ഏറ്റവും അഫ്ളലായിട്ടുള്ള, ഏറ്റവും പ്രതിഫലം കിട്ടാൻ കാരണമാകുന്ന കാര്യങ്ങൾ ഏതാണ് എന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. അറിവുള്ളവരോട് ചോദിക്കണം, അതുപോലെ തന്നെ അത് അന്വേഷിക്കണം. കാരണം നമുക്ക് അത് നേടാൻ വേണ്ടിയിട്ട്. അപ്പൊ മൂന്ന് സഹാബികൾ എന്ന നിലക്ക് പറയാണ്. ആ മൂന്ന് സഹാബികൾ അവരെന്ത് ചെയ്യാണ്? അവര് പ്രകടമായിട്ടുള്ള അല്ലെങ്കിൽ ബാഹിറായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തുകൾ അവർക്കറിയാം. മസ്ജിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്ത് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നറിയാം. അപ്പൊ രാത്രിയിൽ വീടിനകത്ത് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്ത് ചെയ്യുന്ന അറിയില്ലല്ലോ. അപ്പൊ അത് അറിയാൻ വേണ്ടി എങ്ങനെയായിരിക്കണം അവരവരുടെ ജീവിതത്തിൽ അവരവരെങ്ങനെ ഇബാദത്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരുടെ അടുക്കലേക്ക് പോയി. അതിനെക്കുറിച്ച് ചോദിച്ചു. എന്തൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുള്ള ഇബാദത്ത്, വീട്ടില് എങ്ങനെയൊക്കെയാണ് സുന്നത്ത് നോമ്പ് എടുക്കാറുണ്ടോ, അല്ലെങ്കിൽ രാത്രി നിസ്കാരമൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി. ഫലമ്മാ ഉഖ്ബിറൂ ബിഹാ, അങ്ങനെ ഭാര്യമാർ അറിയിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നൊക്കെ അറിയിച്ചു. എത്രയാണ് രാത്രി നിസ്കരിക്കാറുള്ളത്, എങ്ങനെയൊക്കെയാണ് സുന്നത്ത് നോമ്പ് എടുക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറുണ്ട് രാത്രിയുടെ വ്യത്യസ്ത സമയത്ത്. ചില ദിവസങ്ങളിൽ ഇശാനോട് ഒപ്പം നിസ്കരിക്കും, ചില സമയത്ത് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കും, ചില സമയത്ത് പിന്നെ ഫജ്റിന്റെ ആ സമയത്തിനോട് അടുപ്പിച്ച് നിസ്കരിക്കും. അങ്ങനെയൊക്കെ പലതരത്തിൽ നിസ്കരിക്കാറുണ്ട്. സുന്നത്തായ നോമ്പ് നോൽക്കാറുണ്ട്. ചിലപ്പോൾ നോമ്പ് നോൽക്കും, നല്ല ഭക്ഷണം കിട്ടിയാൽ നോമ്പ് മുറിക്കും, അല്ലെങ്കിൽ ഭക്ഷണം ഇല്ലാന്നറിഞ്ഞാൽ നോമ്പ് നോൽക്കാൻ തീരുമാനിക്കും. അങ്ങനെ നോമ്പുള്ള ദിവസം ഇല്ലാത്ത ദിവസമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ചോദിച്ചു. അപ്പൊ ഭാര്യമാരെ അറിയിച്ചു ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറെന്ന് അറിയിച്ചു. കന്നഹും തഖാല്ലൂഹ, അങ്ങനെ ഈ ഇബാദത്തുകളെ പറ്റി കേട്ടപ്പോൾ ഈ സഹാബികൾ, ഈ മൂന്ന് കൂട്ടം ആളുകൾ എന്ത് ചെയ്തു? തഖാല്ലൂഹ, തഖാല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിസ്സാരമായി കണ്ടു, കലീലായി കണ്ടു. വളരെ കുറച്ചല്ലേ ഉള്ളൂ, വിശേഷം ഇത്ര രാത്രി നിസ്കരിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഇത്ര നോമ്പ് വിൽക്കാറുള്ളൂ എന്ന നിലക്ക്, അല്ലെങ്കിൽ ഇത്ര ചെയ്യാറുള്ളൂ എന്ന നിലക്ക് അവരതിനെ കുറച്ച് കണ്ടു. ഫഖാലു, അപ്പൊ അത് കുറച്ച് ആയി എന്ന നിലക്ക് അതിനെ കണ്ടപ്പോൾ അയ്ന നഹ്നു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോ അവര് പിന്നെ അതിനൊരു ഉദ്ര കണ്ടെത്താൻ തുടങ്ങി. കുറച്ചുള്ളൂ തോന്നി അവർക്ക്. അപ്പൊ പിന്നെ അവരെന്ത് ചെയ്തു? അതിനൊരു ഉദ്ര, വിശേഷം ഇത്ര കുറച്ച് ചെയ്യാനുള്ള ഒരു കാരണം അത് അള്ളാഹുവിന്റെ റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ എവിടെ നിൽക്കുന്നത്? ഖദ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പാപങ്ങള് മുൻകഴിഞ്ഞതും വരാൻ പോകുന്നതും പൊറുക്കപ്പെട്ടത് ഒരാൾക്ക് മാത്രം. ആർക്കാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. അങ്ങനെയാണ് പൊറുക്കപ്പെട്ട നബി നമ്മൾ എവിടെ നിൽക്കുന്നു? അതുകൊണ്ടല്ലേ നബി ഇത്ര കുറച്ച് ചെയ്യുന്നത്, അപ്പൊ നമ്മൾ കുറെ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞു. ഫഖാല അഹദുഹും, അങ്ങനെ ഒന്നാമത്തെ ആള് പറഞ്ഞു, അമ്മ അന, ഞാൻ എന്റെ കാര്യം പറയാന്ന് പറഞ്ഞു പറഞ്ഞു. ഫൗസല്ലി അല്ലൈല അബദ, ഞാൻ ഇനി എല്ലാ ദിവസവും രാത്രി മുഴുവൻ നിസ്കാരത്തിലായിരിക്കും, എല്ലാ ദിവസവും രാത്രി മുഴുവൻ നിസ്കാരത്തിലായിരിക്കും. വഖാല അൽ-ആഖർ, മറ്റൊരാൾ പറഞ്ഞു, അന അസൂമുൻ നഹാർ, ഞാൻ പകല് മുഴുവൻ നോമ്പ് നിൽക്കും. ഒന്നെങ്കിൽ ഈ മൂന്ന് കൂട്ടം വന്നല്ലോ, അതിൽ ഒരാളെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, എല്ലാവരും കൂടി പറഞ്ഞിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ അതാണ് അതിന്റെ വ്യത്യാസം. മൂന്ന് കൂട്ടാളുകൾ വന്നു എന്നാ പറഞ്ഞത്. അതിൽ ഓരോ ആളുകൾ പറഞ്ഞു, അല്ലെങ്കിൽ മൂന്നാളുകളാണെങ്കിൽ എല്ലാ ആളുകൾ പറഞ്ഞു. അത് രണ്ടാമത്തെ അഭിപ്രായം പറഞ്ഞ ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി എല്ലാ ദിവസവും സുന്നത്തായ നോമ്പ് നോൽക്കും, നോമ്പില്ലാത്തൊരു ദിവസം എനിക്കുണ്ടാവില്ല. വല ഉഫ്തിർ, ഞാൻ നോമ്പ് മുറിക്കില്ല. വഖാല ആഖർ, മറ്റൊരാൾ പറഞ്ഞു, അല അഅ്തസിലു നിസാ, ഞാൻ സ്ത്രീകളുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല, ഞാൻ വിവാഹം കഴിക്കൊന്നുമില്ല, എനിക്ക് വിവാഹ ജീവിതം ഒന്നും വേണ്ട. ഫലാ തസവ്വജു അബദ, ഞാൻ വിവാഹം കഴിക്കുകയില്ല, എനിക്ക് സ്ത്രീകളുമായിട്ടുള്ള ജീവിതമേ വേണ്ട എന്ന് പറഞ്ഞു. ഫജാഅ അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹിം, അപ്പോ ചില ഹദീസുകളിൽ കാണാം ഭാര്യമാരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഭാര്യമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് പറഞ്ഞത് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോ അവരോട് വന്നിട്ട് പറഞ്ഞു, ഫഖാല അൻതുമുൽ ലദീന ഖുൽതും കദാ വകദാ, നിങ്ങളാണോ ഇന്നാലിന്റെ കാര്യമൊക്കെ പറഞ്ഞത്, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുക, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞത് നിങ്ങളാണോ ചോദിച്ചു. അമ്മ വല്ലാഹി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ആണ്, ഇന്നി ലഅഖ്ശാകും ലില്ലാഹ്, ഞാനാണ് നിങ്ങളെക്കാൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നത്. വഅത്ഖാകും ലഹു, നിങ്ങളെക്കാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവൻ. സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുണ്ടാകുമ്പോഴാണ് ഏറ്റവും ഖശിയത്ത് ഉണ്ടാവുക. അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ള ആളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്ന ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്.
ലാകിന്നി, പക്ഷേ എന്റെ അവസ്ഥ എന്താണ്? എന്റെ അവസ്ഥ എങ്ങനെയാണ്? അസൂമു വഫ്തിർ, ഞാൻ അള്ളാഹിനെ ഏറ്റവും സൂക്ഷിക്കുന്ന ആളായിട്ടും നോമ്പുള്ള ദിവസം ഉണ്ടാവാറുണ്ട്, നോമ്പില്ലാത്ത ദിവസങ്ങൾ എനിക്ക് ഉണ്ടാവാറുണ്ട്. ഉസല്ലി വർഖദ്, ഞാൻ നിസ്കരിക്കാറുമുണ്ട്, ഉറങ്ങാറുമുണ്ട്. രാത്രിയിൽ നിസ്കരിക്കുകയും ചെയ്യും, ഉറങ്ങുകയും ചെയ്യും. വതസവ്വജുൻ നിസാ, ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിനോട് ആരാണോ വിമുഖത കാണിക്കുന്നത് അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞു. എന്റെ സുന്നത്തിനോട് താല്പര്യമില്ലാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുപോലുള്ള ഹദീസിൽ നിന്ന് സഹാബികൾ കൂടുതൽ ചെയ്തിട്ട് കുറക്കാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത് ഇത്രയൊക്കെ മതി എന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാല്, അള്ളാഹിന് ഏറ്റവും ഇഷ്ടമുള്ള നിസ്കാരം ദാവൂദ് നബിയുടെ നിസ്കാരമാണ്, ഏറ്റവും ഇഷ്ടമുള്ള നോമ്പ് ദാവൂദ് നബിയുടെ നോമ്പാണ് എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ. ഒന്നരാടുള്ള നോമ്പും ഉറങ്ങി എണീറ്റുള്ള നിസ്കാരം, ആ കാര്യവും. ആ ഹദീസ് ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുപോലെ ഇബാദത്ത് ചെയ്യണം എന്ന് പ്രോത്സാഹിപ്പിക്കാനല്ല. അങ്ങനെ നിസ്കരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഹദീസ് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? അങ്ങനെ നിസ്കരിക്കണം, അങ്ങനെ നോമ്പ് നോൽക്കണം എന്ന് അറിയിക്കാനാണ് ആ ഹദീസ് പറഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഇതിന്റെ സിയാഖ് അങ്ങനെയല്ല. ചില സഹാബികൾ അതിനേക്കാൾ കൂടുതൽ നോമ്പും അതിനേക്കാൾ കൂടുതൽ നിസ്കാരം നിർവഹിച്ചപ്പോൾ കുറച്ച് കുറക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹാബികള് കൂടുതൽ നോമ്പും കൂടുതൽ നിസ്കാരവും ആയപ്പോ കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന് ഇഷ്ടം ഇത്ര മതി, ദാവൂദ് നബിയുടെയാണ് അള്ളാഹുവിന് ഇഷ്ടം, അവരെ കുറക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ് നമുക്ക് എന്തായി മാറിയത്? കൂടുതലായി ചെയ്യാറുള്ള കാര്യമായിട്ട് മാറിയത്. വ്യത്യാസം ആലോചിക്കണം. ആ ഹദീസ് നമ്മൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ തോന്നുക? അങ്ങനെ ചെയ്യണം, അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണ് എന്ന നിലക്കാണ് നമുക്ക് തോന്നുക. പക്ഷെ സഹാബികളോട് ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സന്ദർഭം, സഹാബികൾ മുറിക്കാതെ തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കുന്ന അവസ്ഥയുണ്ടായി, അല്ലെങ്കിൽ രാത്രി ഉറങ്ങാതെ കുറച്ചുകൂടി സുദീർഘമായി നിസ്കരിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ അത്ര വേണ്ട, അള്ളാഹുവിന് ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ സഹാബികളുടെ ഈ താല്പര്യത്തെ നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. നമ്മളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ചയാണ്, നമ്മുടെയൊക്കെ കുറവാണ്. യഥാർത്ഥത്തിൽ സലഫി മൻഹജ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പല വിഷയത്തിലും കണിശരാവും. അത് കണിശത വേണ്ട എന്നല്ല, പക്ഷെ പല വിഷയത്തിലും നമുക്ക് പറ്റാത്ത നമ്മൾ അതിലേക്ക് കടക്കാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എല്ലാ വിഷയത്തിലും അവരെ പിൻപറ്റുന്ന മാതൃകയാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. അഥവാ ഇൽമും ഉണ്ടാകണം, അതനുസരിച്ചിട്ടുള്ള അമലും ജീവിതത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ അതൊരിക്കലും എന്താകരുത്? സുന്നത്തിൽ അതിര് കവിയുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ആധുനികമായിട്ട് ചില മസലയിൽ ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു സംസാരം കേൾക്കാനിടയായി, നിസ്കാരത്തിൽ കാലുകൾ അടുപ്പിച്ചു വെക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. നിസ്കാരത്തിൽ കാലുകൾക്കിടയിൽ വിടവില്ലാതെ ചേർന്ന് നിൽക്കണമെന്നുണ്ട്. പക്ഷെ ചില ആളുകൾ അതിലൊരു അതിര് കവിഞ്ഞിട്ട് മറ്റയാളുടെ കാലിനെ ചവിട്ടി വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ സുജൂദ് ചെയ്യാൻ പോലും സ്ഥലമില്ലാത്ത, അങ്ങനെ ആ നിലക്കൊക്കെ ചെയ്യുന്നത് കാണാം. സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരിക്കലും അത് സുന്നത്തുള്ള ഖുലൂവാണ്. അതായത് ചേർന്ന് നിൽക്കുക എന്നേ പറഞ്ഞിട്ടുള്ളൂ. അമർത്തി പിടിച്ചിട്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതായത് ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സുന്നത്തിൽ എന്താവലല്ല, അതിര് കവിയലല്ല. ആളുകൾ പല അവസ്ഥയിലുണ്ടാവും. 3 അവസ്ഥയിൽ ഇതിലുണ്ടാവുക. ഒന്ന്, സുന്നത്തിൽ അതിര് കവിഞ്ഞ അവസ്ഥയിൽ വളരെയധികം ഒരു കാര്യം സുന്നത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരുപാട് മഫ്സദത്തുകൾ ഉണ്ടായിട്ട് സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന ആളുകൾ കാണാം. ഒരുപാട് മഫ്സദത്തുകൾ അതുകൊണ്ടുണ്ടാകും, എന്നാലും അത് ചെയ്യുന്ന അവസ്ഥ കാണാം. എന്നാൽ മറ്റു ചില ആളുകൾ ഇതിൽ പറ്റ അലംഭാവം കാണിച്ച് സുന്നത്തിന് തന്നെ വില കൊടുക്കാത്ത ആളുകൾ. എന്നാൽ ഇതിൽ ആ സുന്നത്തിനെ ഏറ്റവും മിതത്വമായിട്ടുള്ള നിലക്ക് എങ്ങനെ അത് കൊണ്ടു നടക്കണം എന്നുള്ളതിൽ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള രീതി. അത് അറിയിക്കാനാണ് ഈ ഒരു കാര്യം കൊടുത്തിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ അവർ ഖൈർ ഉദ്ദേശിച്ചുകൊണ്ട്, നന്മ ഉദ്ദേശിച്ചുകൊണ്ട് അവർ പറഞ്ഞ വാക്കാണ്. ഇബാദത്തിന് വേണ്ടി അല്ലാഹു തആല അവർക്ക് അനുവദനീയമാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള അവരുടെ ഭക്ഷണപാനീയങ്ങൾ എല്ലാ ദിവസവും നോമ്പ് നോൽക്കാൻ ഒരു മനുഷ്യന് സാധിക്കില്ല. ഒന്നരാടം നോമ്പ് തന്നെ നിർവഹിച്ച ചില സഹാബികൾ, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബികൾ, അവർ അവസാന കാലത്ത് പറഞ്ഞു, നിനക്ക് സാധിക്കൂല, നീ എല്ലാവരും ചെയ്യാൻ ഒരുപാട് ചെയ്തിട്ട് പിന്നെ കുറച്ച് പറഞ്ഞാണെന്ത് ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത്, ഒന്നരാടം ചെയ്താൽ മതി. എന്നിട്ട് ആ സഹാബി അവസാനത്ത് പറയുന്നുണ്ട്, വയസ്സായപ്പോ പറയുന്നുണ്ട്, പറഞ്ഞു ഉദുർ ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന്.
അതായത് കുറച്ച് നോമ്പ് പറ്റാൻ മതിയായിരുന്നു, അതുകൊണ്ട് ചെയ്യാൻ ശരിക്ക് കഴിയാത്തതുകൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും, അതുപോലെ ധാരാളം കാര്യങ്ങൾ. അപ്പൊ ഇവിടെ മനുഷ്യന് ആവശ്യമാണ്, അവനാവശ്യമായിട്ടുള്ള ഭക്ഷണം, അവനാവശ്യമായിട്ടുള്ള പാനീയം, അവന്റെ മേലെ നിർബന്ധമാണത്. ഒരാൾക്ക് ഭക്ഷണം ഉണ്ടായിട്ട് അവൻ ഭക്ഷണം കഴിക്കാതെ ഒഴിവാക്കിയിട്ട് മരണപ്പെട്ടാൽ അവൻ കുറ്റക്കാരനാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അവന് കുറ്റമുണ്ട്. അവന് കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിട്ട് അത് കഴിക്കാതെ, എല്ലാ സാഹചര്യം ഉണ്ടായിട്ട് അത് കഴിക്കാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ കുറ്റക്കാരനാണ്. എന്നാൽ അതേസമയം ഒരാൾ രോഗത്തിന് മരുന്ന് അത് ഉപയോഗിക്കാതെ മരണപ്പെട്ടാൽ അവൻ കുറ്റക്കാരനല്ല. ഒന്ന്, അവന്റെ അശ്ലീയായ ജീവിതത്തിന് അള്ളാഹു വെച്ചിട്ടുള്ളതാണ്. രണ്ട്, അവന് എക്സ്ട്രാ ആയിട്ട് വെച്ചിട്ടുള്ള സബബാണ്. ഒരാൾ രോഗം വന്നു, അതിനുള്ള മരുന്ന് കഴിച്ചില്ല, എന്നിട്ട് അയാൾ മരിച്ച അയാൾക്ക് കുറ്റമില്ല അള്ളാഹിന്റെ മുമ്പിൽ. കഴിക്കണമാണ് വേറെ കാര്യം, പക്ഷെ അയാൾക്ക് കുറ്റമില്ല. പക്ഷെ ഭക്ഷണം ഉണ്ടായിട്ട് കഴിക്കാതെ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കുറ്റമുണ്ട്. ഭക്ഷണം മനുഷ്യന്റെ ബേസിക് നീഡായിട്ട് അള്ളാഹു വെച്ചിട്ടുള്ള ഒരു സബബാണ്. അപ്പൊ ആ മനുഷ്യ ഭക്ഷണം ആവശ്യമാണ്. അതുപോലെ തന്നെ ഉറക്കം, മനുഷ്യന് വിശ്രമം ആവശ്യമാണ്. വിശ്രമമില്ലാതെ ഒരിക്കലും മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം എന്നുള്ളത് ഓരോ മനുഷ്യനും അവന്റെ പരിപൂർണതയ്ക്ക് അള്ളാഹു വെച്ചിട്ടുള്ള ഒരു കാരണമാണ്. മനുഷ്യന്റെ നിലനിൽപ്പിന് അള്ളാഹു വെച്ചിട്ടുള്ള ഒരു സബബാണ്. അപ്പോ അങ്ങനെ അവർ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഈ കാര്യങ്ങളിൽ സുന്നത്തിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ കണ്ട് അതിലൊരു അതിര് കവിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നോക്കൂ, ഇന്നി ലഖ്ശാകും ലില്ലാഹി വതഖാകും ലഹു. ഗൗരവമുള്ള ഒരു വാക്കാണ്. ഞാനാണ് നിങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും സൂക്ഷിക്കുന്നതും. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നോമ്പ് നോൽക്കാറുണ്ട്. നോമ്പ് നോൽക്കാത്ത ദിവസവും എനിക്കുണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സമയത്ത് തുടർച്ചയായി നോമ്പുകൾ, തുടർച്ചയായി എന്ന് പറഞ്ഞാൽ ഒന്നരാടമുള്ള നോമ്പാണെങ്കിലും അല്ലാത്ത നോമ്പുകൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാവും മാസങ്ങളോടും. ചില മാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോൽക്കാത്ത, എല്ലാ മാസത്തിലും 3 നോമ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോറ്റിട്ടുണ്ട്. 3 നോമ്പ് കുറഞ്ഞത് നോൽക്കാറുണ്ട്. അതല്ലാതെ അല്ലാത്ത നോമ്പുകളൊന്നും എടുക്കാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. പല രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാവാറുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ നോമ്പ് നോൽക്കാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്, ഞാൻ രാത്രി നിസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തെ പറ്റി വന്നിട്ടുള്ളത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി നിസ്കരിക്കുന്ന ആളാണ്. എന്നാൽ ഉറങ്ങാനും അതുപോലെ തന്നെ കുടുംബത്തിന് പോയി സമയം ചെലവഴിക്കാറും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വിവാഹം കഴിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി അനുവദിച്ച എണ്ണം അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അവസാനം പറഞ്ഞ വാക്കാണ്, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. എന്റെ സുന്നത്തിനോട് വിമുഖത കാണിക്കുന്നവർ എന്നിൽപ്പെട്ടവനല്ല എന്നുള്ളത്. അപ്പൊ സുന്നത്തിനെ മുറുകെ പിടിക്കുകയും വേണം, സുന്നത്തിനോട് എതിരാകാതിരിക്കുകയും വേണം. സുന്നത്തിൽ എന്തു ആകാൻ പാടില്ല? അതിര് കവിയാനും പാടില്ല. അതായത് റഗിബാൻ സുന്നത്തി പറഞ്ഞാൽ അത്ര പോരാ എന്ന നിലക്ക് വേണ്ട. സുന്നത്ത് എന്താണോ അതാണ് അവിടെ പരിപൂർണത. എന്താണോ സുന്നത്ത് അതാണ് ഏറ്റവും ഉന്നതമായ അവസ്ഥ. അപ്പൊ ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പാഠം, നമ്മുടെ അമലുകൾ വളരെ കുറവാണ് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം സ്വഹാബികൾ അത്രയും താല്പര്യം കാണിച്ചിരുന്നു, അത്രയും അവർ പണിയെടുത്തിരുന്നു, അത്രയും അവർ ശ്രമിച്ചിരുന്നു എന്നുള്ളത്. നമ്മുടെ ഓരോ വർഷത്തിലോ മാസത്തിലോ നമ്മുടെ സ്വന്തത്തെ പരിശോധിച്ചിരിക്കണം. അതായത് കഴിഞ്ഞ മാസം നാം ചെയ്യുന്ന അമലുകളെക്കാൾ എന്താണ് നമുക്ക് കൂടുതൽ ചെയ്യാൻ സാധിച്ചത്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ എന്താണ് നമുക്കിപ്പോൾ കൂടുതൽ ചെയ്യാൻ സാധിച്ചത് എന്ന് നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ വളർന്നു വരേണ്ട ഒരു കാര്യമാണ് ദീന്. ദീനെന്ന് പറഞ്ഞാൽ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. എല്ലാം തികഞ്ഞ് നിൽക്കേണ്ട ഒരു കാര്യമില്ല, വളർത്തിക്കൊണ്ടുവരേണ്ട കാര്യമാണ്. അതിന് സുന്നത്തിനെ മുറുകെ പിടിക്കണം, സുന്നത്തുകൾ അറിയണം, അത് ജീവിതത്തിൽ കൊണ്ടുവരണം. അതേസമയം സുന്നത്തിന്റെ പേരിൽ ഗുലൂവ് ഉണ്ടാകാൻ പാടില്ല. ധാരാളം ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് സുന്നത്തിന്റെ പേരിൽ ഗുലൂവ് കാണിക്കുക എന്നുള്ളത്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ചിലപ്പോൾ ചില മഫ്സദത്തുകൾ, ചിലപ്പോൾ ചില സുന്നത്തുകൾ ഒഴിവാക്കുന്നത് അതിനേക്കാൾ വലിയ മസ്ലഹത്തിന് വേണ്ടി ചെയ്യേണ്ടി വരും. ഞാൻ ആ വിഷയം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അത് പറഞ്ഞത് കാണാം. ഇപ്പോ നിസ്കാരത്തിൽ ബിസ്മി ഉറക്കെ ഓതുക എന്നുള്ളത് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം സുന്നത്തിനോട് യോജിച്ച രീതിയായി അദ്ദേഹം പറയുന്നത് ബിസ്മി പതുക്കെ ഓതുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ് എന്നുള്ളത് ഉറക്കെ ഓതി തുടങ്ങാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹയോട് പറയാണ്, ബിസ്മി ഉറക്കെ ഓതലാണ് ശരി എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ നിസ്കരിക്കുന്ന ഒരു മസ്ജിദിൽ ഞാൻ ഇമാമ് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ ഇമാമ് നിൽക്കുകയാണ് എങ്കിൽ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയാണ്, അവിടെ എന്ത് ചെയ്യുക? അവൻ ബിസ്മി ഉറക്കെ ഓതട്ടെ. അതായത് ഒരാൾ മനസ്സിലാക്കിയിട്ടുണ്ട് ബിസ്മി ഉറക്കെ ഓതാതിരിക്കലാണ് സുന്നത്ത് എന്നവനറിയാം. പക്ഷെ അതല്ല ഉറക്കെ ഓതലാണ് അതാണ് ശരിയെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഏതെങ്കിലും മദ്ഹബിന്റെ അഭിപ്രായമുള്ള ആളിൽ ഇയാൾ ഇമാം നിൽക്കേണ്ടി വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അവിടെ ആളുകൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സുന്നത്ത് ഇതാണെന്ന് പറഞ്ഞ് സുന്നത്ത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഉറക്കെ ബിസ്മി ഓതാതെ നിസ്കരിക്കാനോ വേണ്ട? ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നതല്ല, അവിടെ സുന്നത്തിനേക്കാൾ പ്രാധാന്യം ഇഖ്തിലാഫുൽ ഖുലൂബാണ്.
ആളുകൾക്കിടയിൽ എന്തുണ്ടാവാൻ പാടില്ല, ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അവൻ ബിസ്മി ഉറക്കെ ഓതിയിട്ട് നിസ്കരിക്കട്ടെ. എന്നിട്ട് ആളുകൾക്ക് പിന്നീട് മെല്ലെ പഠിപ്പിച്ചു കൊടുക്കുക വേണ്ടത്. അതായത് ഒരുപാട് മേഖലയില് പിന്നെ എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. അതാണ് സുന്നത്തിൽ ചില ആളുകൾ സുന്നത്തിലുള്ള ഹുലൂവ് കാരണത്താൽ ഒരുപാട് വലിയ ഫസാദുകൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവും. ഒരു ഹുലൂവ് കാരണത്താൽ ഒരുപാട് ഫസാദുകൾ അവിടെ ഉണ്ടാവും. അത് ധാരാളം സന്ദർഭങ്ങളിലൊക്കെ പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഉലമാക്കളുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാവുകയും പണ്ഡിതന്മാരോട് ഓരോ കാര്യവും ചോദിക്കുകയും അതിനനുസരിച്ച് ചെയ്യുകയും വേണമെന്ന് പറയുന്നത്. അല്ലാഹു തആല ദീനിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഈ ഒരു ഹദീസില് ഒരു കാര്യം കൂടി, ഒരു ഫായിദ കൂടി പ്രത്യേകം പറയേണ്ടത്, അഹബ്ബുൽ അമലി ഇലല്ലാഹ് അദ്വമുഹാ വഇൻ ഖല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്ത് എന്താണ്, അമൽ എന്താണ്? സ്ഥിരമായി ചെയ്യുന്നതാണ്. കുറച്ചാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്നതാണ് ഇഷ്ടമുള്ളത്. അതും ഈ ഹദീസിന്റെ ഫായിദയായിട്ട് പറയാറുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ട്, പക്ഷെ അതിൽ സ്ഥിരത ഉണ്ടാകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്താൽ പിന്നെ അത് ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, എടുത്തു ചാടി ചെയ്യരുത്. ഇപ്പൊ ചില സമയത്ത് ചില ആളുകൾക്ക് ദീന് തുടക്കത്തിലുള്ള ആവശ്യം ഉണ്ടാകുന്നതാ. ഒരു ആവേശം കയറിയിട്ട് 1-2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച 11 റക്അത്ത് രാത്രിയാണ് നിസ്കരിക്കും. അല്ലെങ്കിൽ അങ്ങനെ നിസ്കാരവും ഒക്കെ ഉണ്ടാവും. പിന്നെ 2 ആഴ്ച കഴിഞ്ഞാല് ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും കയറുമ്പോൾ 2-3 റക്അത്ത്. അങ്ങനെയല്ല, നമ്മള് മെല്ലെ മെല്ലെ തർത്തീബായിക്കൊണ്ട് നമുക്ക് സാധിക്കുന്ന പോലെ ആദ്യം ഒരു 2 റക്അത്ത് നിസ്കരിച്ച് അതൊരു സ്ഥിരത കൊണ്ടുവരിക. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ 2 റക്അത്ത്, അതിൽ ഓതുന്ന സൂറത്തുകളുടെ എണ്ണം അല്ലെങ്കിൽ ആയത്തുകളുടെ എണ്ണം അത് മെല്ലെ കൂട്ടുക, അതടുത്തത്. അതുപോലെ സുന്നത്തായ നോമ്പ് ഒരാൾക്ക് ശീലമല്ല, അവൻ ഉടനെ ഒരാവശ്യം കയറിയിട്ട് 1 നോമ്പെടുക്കാൻ തുടങ്ങിയാലോ അവന് സാധിക്കൂല, അവനത് ഭാരമായി തീരും. അതെന്ത് ചെയ്യണം, അത് പിന്നെ മെല്ലെ മെല്ലെയാണ് തുടങ്ങേണ്ടത്. അതായത് അവൻ ആദ്യം തിങ്കളും വ്യാഴവും നോമ്പ് നോൽക്കുകയോ അല്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ 3 ദിവസമോ നോമ്പ് നോൽക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങിയിട്ട് ഘട്ടം ഘട്ടമായിട്ടാണ് അവൻ കൂടുതലായിട്ടുള്ള ഇബാദത്തുകളിലേക്ക് മുന്നേറേണ്ടത്. ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്, ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഇത് പിന്നെ ചെയ്യാതിരിക്കാനല്ല ഈ ഹദീസുകളെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പോരാ, എനിക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് അത് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.